Hello, good evening everyone. One minute, let's start the section. Hello, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, സോ ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഒരു കമ്പാരിറ്റീവ്ലി കുട്ടികൾ ടഫ് ആണെന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. പക്ഷേ ബയോമോളിക്യൂൾസ് എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് ആ ചാപ്റ്റർ ഓവറോൾ നോക്കുമ്പോൾ ഒരുപാട് കണ്ടന്റ് നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് നമുക്കൊരു ടഫ് ആണെന്ന് തോന്നുമെങ്കിലും എക്സാമിന് അത്ര ഡീറ്റെയിൽ ആയിട്ടോ ഒരുപാട് ടഫ് ആയ രീതിയിലോ ബയോമോളിക്യൂൾസ് എന്ന് ചോദ്യം ചോദിക്കാറില്ല. അപ്പോൾ ബയോമോളിക്യൂൾസിൽ എന്തെല്ലാം ടൈപ്പ് ചോദ്യങ്ങളാണ്, എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം എന്നാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ചാപ്റ്റർ ബയോമോളിക്യൂൾസ്. എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ? എല്ലാവരും ക്ലിയർ അല്ലേ? ബോർഡെല്ലാം ക്ലിയർ അല്ലേ? യെസ്, ഓക്കെ, താങ്ക് യു. അപ്പോൾ ബയോമോളിക്യൂൾസിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് among the following is a primary metabolite? Primary metabolite. അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക് പഠിക്കുന്ന സമയത്ത് we have to learn the topic related that what is metabolism. Metabolism is the sum total of all the chemical reaction in a living cell. ഒരു ലിവിംഗ് സെല്ലിന്റെ അകത്ത് നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷന്റെയും ഒരു ഓവറോൾ ഔട്ട്കം അല്ലെങ്കിൽ ആകത്തുകയാണ് പറയുന്നത് മെറ്റബോളിസം. So metabolism includes two steps. One is called anabolism. Anabolism means it is a bond building process ആണ്. Bond building ആണ്. That means two simple molecules join together to form a complex molecule. This is called anabolism. For example, two amino acids join together by a peptide bond. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു പ്രോട്ടീൻ ഫോർമേഷൻ ആയി. This protein formation is a bond building process which is called anabolism. Similarly, ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ടേം ആണ്, what is the opposite term? Anabolism is a building up process ആണെങ്കിൽ the opposite term is, yes, it is called the catabolism. Catabolism, right? Catabolism, correct answer ആണ് catabolism. Catabolism is a breakdown process. Anabolism is a building up process ആണെങ്കിൽ opposite, that is a complex molecule become a simple molecule. A complex molecule converted into a simple molecule which is called catabolism, breakdown reaction. So all these chemical reaction intermediate compounds ഉണ്ടാവും, ഇടയിൽ ഉണ്ടാവുന്ന compound intermediate. The intermediate compound formed during the intermediate compound formed during anabolic and catabolism, that is during metabolism. Intermediate compound is called metabolite. Metabolite. The intermediate compound of a metabolic reaction is called metabolites. These metabolites we can define like this. There are two types of metabolites. One is called the primary metabolites.
ഇത് നോർമലി എക്സാമിന് നമുക്ക് ചോദിച്ച് കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്. അതായത് ഒരുപാട് മെറ്റബോളൈറ്റ്സിനെ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇതിനെ 2 കാറ്റഗറികളാക്കാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ അതിനെ പിടിച്ചിട്ട് 2 കാറ്റഗറി ആക്കും, എന്നിട്ട് അതിന് സ്യൂട്ടബിൾ ഹെഡിങ് കൊടുക്കാൻ പറയും. അപ്പോൾ നിങ്ങൾ അതിനെ പ്രൈമറി ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്നുള്ള ടേം നിങ്ങൾ കൊടുക്കണം. സോ പ്രൈമറി മെറ്റബോളൈറ്റ്സ് and similarly the second one is called secondary metabolites. Primary metabolites and secondary metabolites. Primary metabolites we will define like this: these metabolites have direct physiological function. അവർക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ ഉണ്ട്. എന്തെങ്കിലും ഒരു ബോഡി ഫംഗ്ഷൻ ഉണ്ട്, ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ ഇൻ ബോഡി. നമ്മളെ ശരീരത്തിൽ നമ്മുടെ സെല്ലിന്റെ അകത്ത് ഒരു ഡയറക്റ്റ് ഫിസിയോളജിക്കൽ പ്രോസസ് ഉണ്ട്. അതായത് പ്രൈമറി ഫിസിയോളജിക്കൽ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡയറക്റ്റ് ഫിസിയോളജിക്കൽ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഗ്രോത്ത് അല്ലെങ്കിൽ റിപ്പയർ, ഡെവലപ്മെന്റ്, എനർജി പ്രൊഡക്ഷൻ, അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ബോഡിയുടെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റിനെ പറയുന്ന പേരാണ് primary physiological function or direct physiological function. ഇതിന് എക്സാമ്പിൾ ആണ് അമിനോ ആസിഡ്, പ്രോട്ടീൻ. പ്രോട്ടീനുകൾ, അമിനോ ആസിഡ് ഒക്കെ തന്നെ നമുക്ക് ബോണ്ട് ബിൽഡ് ചെയ്തിട്ട് പ്രോട്ടീനുകൾ ഉണ്ടാവാൻ സഹായിക്കുന്നു. പ്രോട്ടീൻ ക്യാരക്ടേഴ്സിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന സഹായിക്കുന്നു. കാർബോഹൈഡ്രേറ്റ് അതായത് സ്റ്റാർച്ച് ആണെങ്കിൽ എനർജി പ്രൊഡക്ഷൻ. ഇങ്ങനെയുള്ള സബ്സ്റ്റൻസുകളെ എല്ലാം നമ്മൾ പ്രൈമറി മെറ്റബോളൈറ്റ്സ് എന്നാണ് പറയുന്നത്. The metabolites does not have a direct involvement in physiological process. Direct involvement ഇല്ലെങ്കിൽ, does not have direct involvement in physiological process. നമ്മുടെ ഫിസിയോളജിക്കൽ പ്രോസസ്സിൽ അതിന് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. എക്സാമ്പിൾ ഫോർ സെക്കൻഡറി, നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ആൻസർ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. Which among the following is a primary metabolite? Direct physiological function ഉള്ളത് ആർക്കാണ്? ആൻസർ പോന്നോട്ടെ. ആൻസർ എന്തായിരിക്കും? Yes, answer is amino acid. Amino acid correct ആണ്. Amino acid. ഇനി സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന് എക്സാമ്പിൾസുകളാണ് പിഗ്മെന്റ്സ്. നമ്മൾക്ക് ഇതിലുള്ള ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ആൽക്കലോയിഡ്സുകള്, ആന്റിബയോട്ടിക്സ്, ഫ്ലാവനോയിഡ്സുകള്, ടേസ്റ്റ് ആഡ് ചെയ്യുന്ന സാധനങ്ങളാണ്. പിഗ്മെന്റ്സുകൾ ഉണ്ട്, എസെൻഷ്യൽ ഓയിൽ, ടോക്സിൻ. ഒന്നും കൂടെ പറയാം, എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോളി. സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആർ പിഗ്മെന്റ്സ്. ഒന്ന് ആൽക്കലോയിഡ്സ്, പിഗ്മെന്റ്സ്, ആൽക്കലോയിഡ്സ്, എസെൻഷ്യൽ ഓയിൽ, ലെമൺ ഗ്രാസ് ഓയിൽ എന്നൊക്കെ പറയുന്ന എസെൻഷ്യൽ ഓയിൽ, ടോക്സിൻസ്, ലെക്റ്റിൻസ്, ഡ്രഗ്, ഇതെല്ലാം തന്നെ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആണ്. ഡയറക്റ്റ് ബോഡി ഫംഗ്ഷൻ ഇല്ല. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The next question: when substrate concentration increases, the velocity of enzymatic reaction increases at first. After attaining a maximum velocity, it cannot be exceeded by further addition of substrate. Why? ഇത് നമ്മളോട് ചോദിക്കുന്നത് 2 രീതിയിലായിരിക്കും. ഒന്നാമത്തത്, what are the factors influencing enzyme action? What are the factors influencing enzyme action? അപ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടത് എന്താണ്? there are certain factors like temperature. ഒന്നാമത്തേതാണ് എന്ത്? ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന്റെ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എന്തായാലും ഈ സാമ്പിളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. Okay, so we'll take that one during the time of question discussion. Anyhow, നമ്മൾ ഇതിനെ ബിലീവ് ചെയ്യുന്നില്ല. ടെമ്പറേച്ചർ എങ്ങനെയാണ് ഇൻവോൾവ് ചെയ്യുന്നത്? അപ്പൊ ടെമ്പറേച്ചറിന്റെ ഗ്രാഫ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ കാണുന്നുണ്ട്. നോക്കിയേ. എന്നിട്ട് ഇവിടെ എൻസൈമാറ്റിക് ആക്ഷൻ, എൻസൈം ആക്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏത് ആക്സിസിൽ? എൻസൈം ആക്ഷൻ ഈസ് ഇൻ എക്സ് ആക്സിസ്, വെലോസിറ്റി ഓഫ് റിയാക്ഷൻ അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്നുള്ളതിനെ എക്സ് ആക്സിസിലും
enzymatic reaction, velocity of enzymatic reaction, എത്ര സ്പീഡിൽ എൻസൈം നടക്കുന്നു എന്നുള്ളതിനെ y ആക്സിസിലും കൊടുത്തിട്ടുണ്ട്. x ആക്സിസ് ടെമ്പറേച്ചർ, y ആക്സിസിലെ എൻസൈം ആക്ഷൻ. എന്നിട്ട് ഇവിടെ പറയാണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ. ഒപ്റ്റിമം ടെമ്പറേച്ചർ അതിൽ എൻസൈമിന്റെ ആക്ഷൻ മാക്സിമം ആണ്. ഏത് ടെമ്പറേച്ചറിൽ? ഒപ്റ്റിമം ടെമ്പറേച്ചർ. എന്നിട്ട് നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ, വാട്ട് ഡു യു മീൻ ബൈ ഒപ്റ്റിമം ടെമ്പറേച്ചർ? വാട്ട് ഡു യു മീൻ ബൈ ഒപ്റ്റിമം ടെമ്പറേച്ചർ? അപ്പൊ നിങ്ങൾ ചാടിക്കറി 37 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയരുത്. ആൻസർ എന്താണ്? It is the temperature in which enzyme action or enzyme activity is maximum. It is a temperature. Optimum temperature എന്ന് പറഞ്ഞാൽ എന്താണ്? Optimum temperature is the temperature at which the enzyme activity is maximum. Enzyme activity maximum ആവുന്ന ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് optimum temperature. നേരെ തിരിച്ചും ചോദിക്കാം, എങ്ങനെ? ഏത് ടെമ്പറേച്ചറിലാണ് എൻസൈം ആക്ടിവിറ്റി മാക്സിമം ആയിട്ടുള്ളത്? അപ്പൊ നമ്മൾ പറയും ഒപ്റ്റിമം ടെമ്പറേച്ചർ. വാട്ട് ഡു യു മീൻ ബൈ ഒപ്റ്റിമം ടെമ്പറേച്ചർ? നമ്മൾ വേറെ രീതിയിൽ എന്താണ് എൻസൈമാറ്റിക് മാക്സിമം ആയിട്ടുള്ള ടെമ്പറേച്ചർ? ഒപ്റ്റിമം ടെമ്പറേച്ചർ. ഇതിന്റെ രണ്ട് സൈഡിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ടും എൻസൈം ആക്ടിവിറ്റി കുറഞ്ഞാണ് വരുന്നത്. കാരണം ചോദിക്കാറുണ്ട്. അറ്റ് ഹൈ ടെമ്പറേച്ചർ, ഉയർന്ന ടെമ്പറേച്ചറിലാണെങ്കിൽ enzyme get denaturated. അങ്ങനെ പറയുന്നത് കേട്ടോ. enzyme get denaturated. അതായത് എൻസൈംസ് ഡാമേജ്ഡ് ആയി പോകും. ഹൈ ടെമ്പറേച്ചറിൽ എൻസൈം get denaturated by heat because enzymes are made up of protein. Proteins get denaturated at high temperature. അപ്പോൾ കൂടിയ ടെമ്പറേച്ചറിൽ എൻസൈംസ് denature, destroy ആയി പോകും. ലോ ടെമ്പറേച്ചർ, അറ്റ് ലോ ടെമ്പറേച്ചർ ആണെങ്കിലോ, ലോ കുറഞ്ഞ ടെമ്പറേച്ചറിലാണെങ്കിൽ ആൻസർ നിങ്ങൾ കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്: എൻസൈം ബിക്കം ഇനാക്റ്റീവ്. ഡെഡ് ആവല്ല, എൻസൈം ബിക്കം ഇനാക്റ്റീവ്, ആക്റ്റീവ് അല്ലാതായിട്ട് മാറും. ഇതാണ് ഹൈ ടെമ്പറേച്ചറിലും ലോ ടെമ്പറേച്ചറിലും എൻസൈമാറ്റിക് റിയാക്ഷൻസ് മാറാനുള്ള കാരണം. അപ്പൊ ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ട്? നമ്മൾ ഈ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, പകരം നമ്മൾ പറയുന്നത് എന്താണ്? ഏത് കണ്ടീഷൻ, വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എൻസൈം ആക്ഷൻ? അതിലൊന്ന് ടെമ്പറേച്ചർ. സിമിലർ ഗ്രാഫ് ആണ് നമുക്ക് pH ന് കിട്ടുക. അപ്പൊ ടെമ്പറേച്ചർ എന്നുള്ള എക്സ് ആക്സിസിന് പകരം നമ്മൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും? എക്സ് ആക്സിസിൽ ടെമ്പറേച്ചറിന് പകരം കൊടുക്കുന്നത് pH ആയിരിക്കും. ഗ്രാഫ് സെയിം ഗ്രാഫ് ആണ്. ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും 6.8 pH എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അതായത് ന്യൂട്രൽ pHലാണ് എൻസൈം ആക്ടിവിറ്റി മാക്സിമം ആയിട്ടുള്ളത്. അസിഡിക്കിലും ബേസിക് കണ്ടീഷനിലും ആവുമ്പോൾ എൻസൈം ആക്ടിവിറ്റി കുറയും. എൻസൈം ആക്ടിവിറ്റി ഈസ് മാക്സിമം അറ്റ് ന്യൂട്രൽ ടെമ്പറേച്ചർ. ഓക്കെ, ഹയർ ആൻഡ് ലോവർ pH, ഹയർ ആൻഡ് ന്യൂട്രൽ pHലാണ് എൻസൈം ആക്ടിവിറ്റി മാക്സിമം. ഹയർ pHയിലേക്കും ലോവർ pH, അസിഡിക്കും ബേസിക്കും ആണെങ്കിൽ എൻസൈം ആക്ടിവിറ്റി കുറയും. അവിടെ എൻസൈം ആക്ടിവിറ്റിയുടെ ആക്ടിവിറ്റി അല്ലെങ്കിൽ എൻസൈം ബിക്കം ഇനാക്റ്റീവ് ആവുന്നതാണ് pH മാറുമ്പോൾ ഉള്ളത്. ഗ്രാഫ് സെയിം ഗ്രാഫ് ആണ്, രണ്ടിനും സെയിം ഗ്രാഫ്. ഇനി അടുത്തതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ? When substrate concentration increases, velocity of enzymatic reaction increases. Okay, നമ്മൾ ഇതാ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ് ആക്സിസിൽ നമ്മൾ കൊടുക്കുന്നത് എന്താണ്? സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ആണ്, സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ. അങ്ങനെയാണെങ്കിൽ y ആക്സിൽ നമ്മൾ വെലോസിറ്റി ഓഫ് റിയാക്ഷൻ, റിയാക്ഷന്റെ സ്പീഡ് ആണ് കൊടുക്കുന്നത്. എത്ര സ്പീഡിൽ? എന്നിട്ട് നമ്മൾ പറയും സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ നമ്മൾ കൂട്ടുന്നതിനനുസരിച്ച് ആദ്യം എൻസൈം ആക്ടിവിറ്റി ഗ്രാജുവലി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? കൂടിക്കൊണ്ടിരിക്കുന്നു. സബ്സ്ട്രേറ്റ് കൂട്ടുന്നതിനനുസരിച്ചിട്ട് എൻസൈം ആക്ടിവിറ്റി കൂടിക്കൊണ്ടേയിരിക്കുന്നു. കൂടി 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 വന്നിട്ട് അതൊരു പോയിന്റിൽ എത്തുമ്പോൾ മാക്സിമത്തിലെത്തും. ഇതിനാണ് നമ്മൾ എന്ത് പറയാ? സാച്ചുറേഷൻ എന്ന് പറയാം. സാച്ചുറേഷൻ 100% എത്തുന്ന കണ്ടീഷനെ പറയുന്ന പേരാണ് സാച്ചുറേഷൻ. ഓക്കെ, ഇപ്പൊ നമ്മൾ എങ്ങനെ കൊടുത്തു നോക്കിയേ? അറ്റ് ഇൻക്രീസിംഗ് ടെമ്പറേച്ചർ, ഇൻക്രീസിംഗ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ, എൻസൈമിന്റെ സ്പീഡ് വെലോസിറ്റി മാക്സിമത്തിലെത്തിയ പോയിന്റിനെ പറയുന്ന പേരാണ് സാച്ചുറേഷൻ. അതിനുശേഷം ഇതാ ഇങ്ങനെ സ്റ്റഡി ഗ്രാഫ് ആണ്. കാരണം എന്താണ്?
ഇങ്ങനെ 100% എത്തി എന്ന് പറയുമ്പോൾ നമ്മൾ പറയും here there is no free enzymes. There is no free enzymes to catalyze the reaction. റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യാൻ ഫ്രീ ആയിട്ടുള്ള എൻസൈംസ് ഇല്ല. എല്ലാ എൻസൈംസും ഓക്യുപ്പൈഡ് ആണ്. എല്ലാ എൻസൈംസുകളും ഓക്യുപ്പൈഡ് ആണ്, ഫുള്ളി ഇൻവോൾവ് ആണ്. ഓക്കെ, അതുകൊണ്ട് there is no free enzymes to catalyze the reaction. So നമ്മൾ പറയും there is no further exceed of the reaction. അതുകൊണ്ട് exceed ഗ്രാഫ് ഇതിന്റെ മേലോട്ട് പോവില്ല. Okay, answer എന്താണ്? There is no free enzymes to catalyze the reaction, so it cannot exceed further. മുമ്പോട്ട് പോകാൻ പറ്റില്ല. Okay, so let's go to the next question, the third question. Okay, മക്കൾസ്, നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ടഫ് ആണെന്ന് കഴിഞ്ഞ വീഡിയോയിലൂടെ നിങ്ങൾ അത് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ അതിന്റെ ഏരിയാസുകളൊക്കെ കുറച്ചും കൂടെ വൈഡ് ആക്കുന്നത്. So third question, observe the diagram A and B given below. Okay, observe the diagram A and B given below. ഇത് നമുക്ക് സാധാരണയായിട്ട് എക്സാമിൽ വരാറുള്ള ഒരു ചോദ്യമാണ് ട്ടോ. A B നോക്കിയേ, ഇതാ ഒരു ഡയഗ്രം നമുക്ക് ഇതാ ഇങ്ങനെ ഒരു സ്പൈറൽ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. എന്നിട്ട് അതിന് A എന്നും പിന്നെ ഇതാ കുറെ ഇങ്ങനെ കെട്ടിക്കൂട്ടിയിട്ടിട്ടുള്ള സാധനം തന്നിട്ടുണ്ട്. ഇതിന് B എന്തുണ്ട് എന്നിട്ട് ചോദിച്ചു what is A and B. A യും B യും എന്താണ്? അപ്പൊ ഇത് ശരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. This is the structure of a protein. It is a structure of a protein. പ്രോട്ടീനിന് ബേസിക്കൽ ആയിട്ട് 4 സ്ട്രക്ചേഴ്സുകളാണ് ഉള്ളത്. ഒന്നാമത്തെ സ്ട്രക്ചർ ആണ് ലോങ് ചെയിൻ ഓഫ് അമിനോ ആസിഡ് ആണെങ്കിൽ, അമിനോ ആസിഡിന്റെ ഒരു വലിയ ചെയിൻ, ഓരോ അമിനോ ആസിഡിന്റെ ഇടയിലും പെപ്റ്റൈഡ് ബോണ്ട്, ഓരോ അമിനോ ആസിഡിന്റെ ഇടയിലുള്ള ബോണ്ട് പെപ്റ്റൈഡ് ബോണ്ട് ആണെങ്കിൽ ഇങ്ങനെ നേരെയുള്ള സ്ട്രക്ചർ ആണെങ്കിൽ ദിസ് ഈസ് ദ പ്രൈമറി സ്ട്രക്ചർ. എന്ത് സ്ട്രക്ചർ ആണിത്? പ്രൈമറി സ്ട്രക്ചർ ആണ്. ഈ പ്രൈമറി സ്ട്രക്ചർ ഹെലിക്സ് രൂപത്തിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ, പ്രൈമറി എന്നുള്ള നേരെ ഒരു മുത്തുമാല പോലെയുള്ളതാണ്. ഇതിനെങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ടെങ്കിലോ we call this as alpha helix എന്ന് പറയുന്ന സെക്കൻഡറി സ്ട്രക്ചർ ആണ്. സെക്കൻഡറി സ്ട്രക്ചർ ആൻസർ ആർക്കോ പറയുന്നുണ്ടായിരുന്നു. വെരി ഗുഡ്, ഇറ്റ് ഈസ് എ സെക്കൻഡറി സ്ട്രക്ചർ. സെക്കൻഡറി സ്ട്രക്ചറിൽ 2 ടൈപ്പ് സ്ട്രക്ചർ ഉണ്ട്. ഒന്നാമത്തത് ഇതാ ആൽഫ ഹെലിക്സ്. ആൽഫ ഹെലിക്സ് ആണ്. ഈ ആൽഫ ഹെലിക്സ് കഴിഞ്ഞാൽ പിന്നീട് ഉള്ളതിനെ പറയുന്ന പേരാണ് ബീറ്റ പ്ലീറ്റഡ്. പ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മള് സാധാരണ ഈ സാരിക്കൊക്കെ ഇങ്ങനെ ഞൊറി എടുക്കുന്ന പോലെ ഞൊറികളായിട്ട് മടക്കുകളായിട്ട് കാണുന്ന സ്ട്രക്ചർ ആണ് ബീറ്റ പ്ലീറ്റഡ്. മറ്റേത് ആൽഫ ഹെലിക്സും സെക്കൻഡ് ബീറ്റ പ്ലീറ്റഡും. ഓക്കെ, അപ്പൊ ഇത് രണ്ടും സെക്കൻഡറി സ്ട്രക്ചർ ആണ് മക്കൾസ്. എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ കെരാട്ടിൻ എന്നുള്ളതാണ് സെക്കൻഡറി സ്ട്രക്ചറിന്റെ എക്സാമ്പിൾ. അങ്ങനെയാണെങ്കിൽ ഈ ബി, സോ ദിസ് ഈസ് സെക്കൻഡറി സ്ട്രക്ചർ. എ സെക്കൻഡറി സ്ട്രക്ചർ ആൽഫ ഹെലിക്സ് ആണ്. വേറെ ഒന്നും കൂടി ഉണ്ട്, ബീറ്റ പ്ലീറ്റഡ് ഉണ്ട്. ഇനി ബി എന്ന് പറയുന്ന ഇത് സ്ട്രക്ചർ ടെറിസ്ട്രി സ്ട്രക്ചർ ആണ്. ടെറിസ്ട്രി സ്ട്രക്ചർ അതെങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ വൂളൻ ബോൾ പോലെ. ഇപ്പൊ സെക്കൻഡറി സ്ട്രക്ചർ ഒന്നും കൂടെ ചുരുണ്ട് മടങ്ങി ഒരു ഉണ്ട പോലെയായിട്ട് കാണുകയാണെങ്കിൽ we call it as tertiary structure. ഓക്കെ, ടെറിസ്ട്രി സ്ട്രക്ചറിന് എക്സാമ്പിൾ പഠിച്ചു വെക്കണം. എൻസൈംസുകൾ. ടെറിസ്ട്രി സ്ട്രക്ചറിനാണ് ഒരു 3 ഡയമെൻഷണൽ വ്യൂ ഉള്ളത്. 3D വ്യൂ കാണിക്കുന്നത് ടെറിസ്ട്രി സ്ട്രക്ചർ ആണ് കേട്ടോ. ഏത് വ്യൂ? 3D വ്യൂ കാണിക്കുന്നത് ടെറിസ്ട്രി സ്ട്രക്ചർ. എൻസൈംസുകൾക്ക് എപ്പോഴും ടെറിസ്ട്രി സ്ട്രക്ചറെ അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. എൻസൈംസുകൾ എപ്പോഴും തന്നെ ടെറിസ്ട്രി സ്ട്രക്ചർ ആയിരിക്കും. എങ്കിലേ അവർക്ക് ആ ഒരു സബ്സ്ട്രേറ്റുമായിട്ട് കൂടിച്ചേരാനുള്ള സൈറ്റ് കിട്ടും. ഈ സൈറ്റിനെ നമ്മൾ ആക്റ്റീവ് സൈറ്റ് എന്നാണ് പറയാം. ആക്റ്റീവ് സൈറ്റ്. സബ്സ്ട്രേറ്റ് കൂടിച്ചേരുന്ന ആ സൈറ്റ് കിട്ടണമെങ്കിൽ എൻസൈംസുകൾക്ക് എപ്പോഴും 3D വ്യൂ, അതായത് ടെറിസ്ട്രി സ്ട്രക്ചേഴ്സ് ഉണ്ടാവുള്ളൂ. മയോഗ്ലോബിൻ എന്ന് പറയുന്ന മസിലിലുള്ള പിഗ്മെന്റും അതേപോലെ തന്നെ എൻസൈംസുകളും ആണ് സെക്കൻഡറി അല്ല ടെറിസ്ട്രി സ്ട്രക്ചറിന് എക്സാമ്പിൾ.
പ്രൈമറിക്ക് നമ്മൾ എക്സാമ്പിൾ കൊടുക്കാറില്ല, കാരണം ഇറ്റ്സ് എ ലോങ് ചെയിൻ ഓഫ് അമിനോ ആസിഡ് എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുകൊണ്ടാണ് അതൊരു സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് കുറവായതുകൊണ്ട് അതിന് എക്സാമ്പിൾ പഠിക്കുന്നില്ല. സെക്കൻഡറിക്ക് കെരാറ്റിൻ പഠിക്കുന്നുണ്ട്, ടെറിസ്ട്രിക്ക് പഠിക്കുന്നത് എൻസൈംസും മയോഗ്ലോബിനും. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ സ്ട്രക്ചർ ആണ് കോട്ടനറി സ്ട്രക്ചർ. അതായത് ഒരു ടെറിസ്ട്രി അല്ല, ഒന്നിലധികം ടെറിസ്ട്രി സ്ട്രക്ചേഴ്സുകൾ കൂടി ചേർന്നുണ്ടാവുന്ന യൂണിറ്റിനെ പറയുന്ന പേരാണ് കോട്ടനറി സ്ട്രക്ചർ. ഒന്നിലധികം ടെറിസ്ട്രി സ്ട്രക്ചേഴ്സുകൾ കൂടി ചേർന്നതാണ് കോട്ടനറി. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3, 4 ടെറിസ്ട്രി സ്ട്രക്ചേഴ്സുകൾ കൂടിയിട്ടുണ്ട്. ഹീമോഗ്ലോബിൻ, കറക്റ്റ് ആൻസർ. ഹീമോഗ്ലോബിൻ ഈസ് ദ ആൻസർ. ഇവിടെ you can see this is a 2 alpha globin chain. 2 alpha globin ആയിട്ടുള്ള ചെയിൻ ആണ്. അതേപോലെ ഇത് രണ്ടും 2 ബീറ്റ ഗ്ലോബിനും ആണ്. Okay, 4 tertiary സ്ട്രക്ചേഴ്സുകൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ we will get a quaternary. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. എക്സാമ്പിൾ ഹീമോഗ്ലോബിൻ. Don't forget the example is hemoglobin. So protein has 4 structures. A primary structure, secondary structure രണ്ടെണ്ണം, alpha helix and beta plated. Tertiary structure just like a woolen ball, cotton ball ഒക്കെ പോലെയാണ്. It is enzymes and myoglobin, and quaternary example is hemoglobin. So let's move to the next question. Okay, so നമുക്ക് answer കിട്ടി. What is A and B? You know the answer. Mention the other 2 levels of protein structure. അതും നമ്മൾ ഇവിടെ എഴുതി കഴിഞ്ഞു. Next question number 4. Dash is the most abundant protein in the animal world. Animal world ലെ ഏറ്റവും കൂടുതൽ abundant ആയിട്ടുള്ള protein ആനിമൽ വേൾഡിൽ നിന്ന് മാത്രം ചോദിച്ചേക്കുന്നത് കേട്ടോ. ആനിമൽ വേൾഡിലെ ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള പ്രോട്ടീൻ കൊളാജൻ. കറക്റ്റ്, വെരി ഗുഡ്. കൊളാജൻ ആണ് ആനിമൽ വേൾഡിൽ ഏറ്റവും കൂടുതലുള്ള പ്രോട്ടീൻ. ഇനി ഓൾ ലിവിംഗ് വേൾഡ് എന്നാണെങ്കിൽ അത് റുബിസ്കോ. റുബിസ്കോ എന്ന് പറയുന്ന എൻസൈം ആണ്. ഓക്കെ, Rubisco is the most abundant protein in the animal world അല്ല, in the world. മൊത്തം നോക്കാണ് Rubisco. Animal ആണെങ്കിൽ കൊളാജൻ. So നമ്മുടെ ക്വസ്റ്റ്യൻ ആനിമൽ വേൾഡ് ആയതുകൊണ്ട് കൊളാജൻ. So very good. നിങ്ങളുടെ ആൻസറിംഗ് സ്കിൽ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സഡൻ ആണ് നിങ്ങളുടെ റെസ്പോൺസുകൾ. Keep going like this. So it really impressing me a lot. Good. Keep going. So general formula of amino acid is given below. Okay, prepare the amino acid serine using this formula. Proteins carry many question ആണ്. Proteins carry many functions in living organism. List any 4. Give one word. List any 4. Nucleic acid that behave like enzyme എന്നുള്ളതിലൊക്കെ നമുക്കുണ്ട്. So let's go to the question number 5A. അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന സ്ട്രക്ചർ ഇതാണ്. ഒരു കാർബൺ ഉണ്ട്, അതിന്റെ 2 സൈഡിലായിട്ട് COOH, ഒരു കാർബോക്സി എൻഡ്, മറ്റൊരു എൻഡില് ഒരു അമിനോ എൻഡ് NH2 ആണുള്ളത്. NH2 അമിനോ എൻഡ് NH2 എങ്കിൽ ഒരു ഭാഗത്ത് നമുക്ക് ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ R എന്നാണ് തന്നത്. അതായത് ഇത് ഒരു അമിനോ ആസിഡിന്റെ സ്കെലിറ്റൽ ഡയഗ്രം ആണ്. സ്കെലിറ്റൻ ആണ്. സ്കെലിറ്റൻ ഇതൊരു പെർട്ടിക്കുലർ അമിനോ ആസിഡ് എന്ന് പറയാനില്ല, എല്ലാ അമിനോ ആസിഡിനും പറ്റുന്ന ഒരു ഡയഗ്രാം. ഇതിൽ അമിനോ ആസിഡുകളിൽ മാറുന്ന റീജിയൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിച്ച് റീജിയൻ വിൽ അണ്ടർഗോ ചേഞ്ചസ് വരുന്ന ഒരേ ഒരു റീജിയൻ മാത്രമേ ഉള്ളൂ. ദ റീജിയൻ ഈസ് R റീജിയൻ, വേരിയബിൾ റീജിയൻ. ഇവിടെ സെറൈൻ എന്നുള്ളതാണ് കിട്ടുന്നതെങ്കിൽ സെറൈൻ ഹാവ് R-ന്റെ സ്ഥലത്ത് നിങ്ങൾ ഹൈഡ്രജൻ കൊടുത്തേക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് NCERTയുടെ ടെക്സ്റ്റ് ബുക്കില് ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്റർ തുടങ്ങി കഴിഞ്ഞാൽ സെക്കൻഡ് സൈഡിലുള്ള പേജിൽ മൊത്തം ചിത്രമാണ്. ഓക്കെ, ബയോമോളിക്യൂൾസിന്റെ സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങി കഴിഞ്ഞാൽ സെക്കൻഡ് പേജിന്റെ ഒരു സൈഡ് ഫുൾ ചിത്രങ്ങളാണ്. ആ ചിത്രങ്ങൾ എല്ലാം തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കൽ നിർബന്ധമാണ്. അതിൽ നിന്നുള്ള ചിത്രമാണ് ഇത്ര കാലമായിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് ഐഡന്റിഫൈ ദ ഫിഗർ.
അപ്പോൾ ആ പിക്ചർ ഒരെണ്ണം പോലും മിസ്സാക്കരുത്. സെക്കൻഡ് പേജിൽ ഫുള്ള് കാണിക്കുന്ന ആ ഡയഗ്രാംസുകളെല്ലാം. ഓക്കെ, സോ സെറൈൻ എന്നുള്ളതാകുമ്പോൾ ഈ ആർ ഗ്രൂപ്പിനെ മാറ്റിയിട്ട് നിങ്ങൾ അവിടെ ഹൈഡ്രജൻ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഗ്ലൈസിൻ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്തായിരുന്നു? പ്രിപ്പയർ ദ അമിനോ ആസിഡ് സെറൈൻ യൂസിങ് ദിസ് ഫോർമുല. സെറൈൻ ആണ് കിട്ടേണ്ടതെങ്കിൽ ഹൈഡ്രജൻ വെച്ചിട്ട് കാര്യമില്ല, ഹൈഡ്രജൻ ഗ്ലൈസിൻ ആണ് കിട്ടുക. സെറൈൻ ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുക, കാർബൺ COOH NH2, മുകളിൽ ഒരു ഹൈഡ്രജൻ, ആ റീജിയന്റെ സ്ഥലത്ത് കൊടുക്കേണ്ടത് CH2OH ആണ്. CH2OH ആണെങ്കിലാണ് ആൻസർ സെറൈൻ. സെറൈൻ. ഓക്കെ, നിങ്ങൾ പലരും ആൻസർ ചെയ്തത് ഹൈഡ്രജൻ എന്നാണ്. ഹൈഡ്രജൻ ആണെങ്കിൽ അത് ഗ്ലൈസിൻ ആണ്, ഗ്ലൈസിൻ. CH3 ആണെങ്കിൽ അലാനിൻ, CH3 ആണെങ്കിൽ അലാനിൻ. സോ ദിസ് ഈസ് ദ ആൻസർ. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഈ കാർബൺ എന്ത് പേരാണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ദ സെൻട്രൽ കാർബൺ ഈസ് കോൾഡ് ആൽഫ കാർബൺ. സെൻട്രൽ കാർബൺ ഈസ് ദ ആൽഫ കാർബൺ. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിൽ തന്നെ ബി ക്വസ്റ്റ്യൻ. പ്രോട്ടീൻസ് ക്യാരി മെനി ഫങ്ഷൻസ് ഇൻ ലിവിംഗ് ഓർഗാനിസം. ലിസ്റ്റ് എനി ഫോർ. സോ പ്രോട്ടീൻസ് ആക്ട് ആസ് എൻസൈംസ്. ഓക്കെ, ഒന്നാമത്തത്. രണ്ടാമത്തത്, proteins involved in body building process. Proteins involved in energy synthesis. Okay, proteins are the genetic material, or they genetic material they act as pigments. Enzymes ആയിട്ട് ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ബയോ ആക്റ്റീവ് മോളിക്യൂൾസ് ആക്ട് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ഫങ്ഷൻസുകൾ കൊടുക്കാം. ബോഡി ബിൽഡിംഗ് ആക്ട് ആസ്. ഓക്കെ, ചാപ്റ്റർ ബയോമോളിക്യൂൾസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലേറ്റ് ആയിട്ട് എൻ്റർ ചെയ്തുകൊണ്ടാണ് കിട്ടാതായി പോയത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗിവ് വൺ വേർഡ് ദ ന്യൂക്ലിക് ആസിഡ് ദാറ്റ് ബിഹേവ് ലൈക്ക് എൻസൈം. എൻസൈം ആയിട്ട് ആക്ട് ചെയ്യുന്ന ന്യൂക്ലിക് ആസിഡ് ഏതാണ്? ആൻസർ റൈബോസൈം. റൈബോസൈം. Nucleic acid behave like enzyme is ribozyme. Okay, it is made up of ribosomal RNA. അതുകൊണ്ടാണ് ന്യൂക്ലിക് ആസിഡ് എന്നാണ്. The organic compound tightly bound to apoenzyme. The organic compound tightly bound to apoenzyme എന്നുള്ളതിനെ ആരാണ്? That is called prosthetic group. Prosthetic group. ഓക്കെ, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ വന്നോട് കൂടിയിട്ട് എന്താണ് ഈ ടോപ്പിക് എന്ന് കൂടി ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് നിർബന്ധമാണ്. Let me move to the topic. Prosthetic group, apoenzymes എന്നൊക്കെ പറയുന്ന ടേം എന്താണെന്ന് അറിയണ്ടേടാ. ഓക്കെ, നമ്മൾ ഒരു എൻസൈമിനെ എടുക്കുകയാണെങ്കിൽ we'll draw a diagram. I am just drawing a skeleton. ഇങ്ങനെയാണെങ്കിൽ ഇത് എന്റെ എൻസൈം ആണ്. ഈ എൻസൈം ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഇത് ഇനാക്റ്റീവ് ആണ് മക്കൾസെ, ഇനാക്റ്റീവ് ആണ്. ഇതിന് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഫങ്ഷൻ ചെയ്യാതെ കിടക്കുന്ന എൻസൈംസിനെ, ഇനാക്റ്റീവ് രൂപത്തിൽ കിടക്കുന്ന എൻസൈംസിനെ പറയുന്ന പേരാണ് മക്കൾസെ അപ്പോ എൻസൈം. ഇനാക്റ്റീവ് എൻസൈംസ് ആർ കോൾഡ് ആസ് അപ്പോ എൻസൈം. ഇത് ആക്റ്റീവ് ആവും. എപ്പോൾ ആക്റ്റീവ് ആവും? It will get active only when certain other factors bind along with that. ഈ എൻസൈമിന്റെ കൂടെ വേറെ ചില ഫാക്ടേഴ്സുകൾ ബൈൻഡ് ചെയ്താൽ ഇവര് ആക്റ്റീവ് ആവും. ഓക്കെ, എങ്കിൽ ആ ബൈൻഡ് ചെയ്ത ആളെ പറയുന്ന പേരെന്താണ്? സിങ്ക് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ആണ്. എന്താണ് ഇവരെ കോമൺ ആയിട്ട് പറയുന്ന പേര്? The common name is called cofactor. മെറ്റൽ അയോൺസ് എല്ലാവരും പറയുന്നുണ്ട്. ഇതൊക്കെ കാറ്റഗറീസുകളാണ് കേട്ടോ. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഇതെല്ലാം കോഫാക്ടേഴ്സ് ആണ്. കോഫാക്ടർ ഒരു അപ്പോ എൻസൈമിന്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എൻസൈം ആക്റ്റീവ് ആയി. നമ്മൾ ബാദാം എന്നൊക്കെ പറയുന്ന പോലെയാണ്. ഓക്കെ, നാഗവല്ലി കയറി കഴിഞ്ഞാൽ
ഗംഗ ആക്റ്റീവായി എന്ന് പറയുന്ന പോലെ അപ്പോ എൻസൈമിന്റെ കൂടെ കോഫാക്ടർ കയറി കഴിഞ്ഞാൽ അത് ആക്റ്റീവായി. ആ ആക്റ്റീവ് ഫോമിനെ പറയുന്ന പേരാണ് ഹോളോ എൻസൈം എന്നാണ് പറയുന്നത്. ഹോളോ എൻസൈം. So a hollow enzyme has two parts. One is cofactor, second one is apoenzyme. The cofactors are of three types. മൂന്ന് ടൈപ്പുകളുണ്ട്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് ആണ് prosthetic group. The first type is called prosthetic group. Prosthetic groupനെയാണ് നമ്മൾ ഇത് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് they are organic, tightly bound to അപ്പോ എൻസൈം. അപ്പോ എൻസൈമിന്റെ കൂടെ ടൈറ്റ് ആയിട്ടാണ് ബൗണ്ട് ചെയ്തത്. അത് പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പിന്റെ ഒരു ക്യാരക്ടർ. ഈ രണ്ട് ക്യാരക്ടർ വെച്ചിട്ടാണ് നമ്മൾ അത് പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പിന്റെ എക്സാമ്പിൾ എന്താണ്? ദ എക്സാമ്പിൾ ഫോർ പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പ് ഈസ്, എക്സാമ്പിൾ ആണ് ഹീം. ഹീം is a prosthetic group in ഏത് പെറോക്സിഡേസ് എന്ന് പറയുന്ന എൻസൈംസ്. പെറോക്സിഡേസ് അല്ലെങ്കിൽ കാറ്റലേസ് എന്ന് പറയുന്ന എൻസൈമിലൊക്കെ ഹീം എന്നുള്ളത് ഒരു പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പാണ്. ഹീം ഈസ് എ പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പ് ഇൻ പെറോക്സിഡേസ് എൻസൈം. അങ്ങനെ ആകുമ്പോൾ പെറോക്സിഡേസ് എൻസൈം ആക്റ്റീവ് ആവും. രണ്ടാമത്തെ കോഫാക്ടറിനെ പറയുന്ന പേരാണ് കോ എൻസൈം. രണ്ടാമത്തെ കോഫാക്ടർ ആണ് കോ എൻസൈം. Okay, coenzymes bound to coenzyme, these are organic, they are loosely bound to apoenzyme. Loosely bound ചെയ്തതാണ് coenzyme. Coenzyme ന് എക്സാമ്പിൾ ആണ്, coenzyme ന് എക്സാമ്പിൾ NAD and NADP. NAD and NADP ഇത് രണ്ടും coenzyme ആണ്. These are organic, loosely bound with apoenzyme. ഇതിൽ അധികവും വൈറ്റമിൻ ഡെറിവേറ്റീവ് ആയിരിക്കാം. NAD-യും NADP ഒക്കെ വൈറ്റമിൻ ഡെറിവേറ്റീവ് ആണ്. മൂന്നാമത്തെ ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് മക്കൾസ്, നിങ്ങൾ എല്ലാവരും ആൻസർ ചെയ്തുകൊണ്ടിരുന്ന ഒരു ആൻസർ ആണ് മെറ്റൽ അയോൺ. മെറ്റൽ അയോൺ ഇത് നല്ല ഇമ്പോർട്ടന്റ് ആണ്. മെറ്റൽ അയോൺസ് they are inorganic ആണ്. ഇതുവരെ ഉള്ളതിന് നമ്മൾ ഇനോർഗാനിക് ആണെങ്കിൽ ഇത് എന്താണ്? ഇനോർഗാനിക് ആണ്. It form coordination bond. Coordination bond ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് with apoenzyme. Example, zinc is a എന്ത് പറ്റി? Rizal, is it correct? Any problem? Okay, zinc is a cofactor, metal ion in carboxypeptidase. Carboxypeptidase എന്ന് പറയുന്ന എൻസൈമിന്റെ എൻസൈംസിൽ സിങ്ക് ആണ് അതിന്റെ കോഫാക്ടർ. അപ്പൊ ഈ മൂന്നെണ്ണത്തിന് ശ്രദ്ധിക്കുക. പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പ്, രണ്ടാമത്തത് കോ എൻസൈം, മൂന്നാമത്തത് മെറ്റൽ അയോൺസ്. എക്സാമിന് ചോദിക്കും കോഫാക്ടറും കോ എൻസൈമും സെയിം ആണോ എന്ന്. ആണോ? നിങ്ങൾ പറ, കോഫാക്ടറും കോ എൻസൈമും സെയിം ആണോ? നോ. അപ്പൊ എന്താണ് അതിന്റെ ആൻസർ? കോഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് any non-protein part which is bind to apoenzyme. Coenzyme is a type of cofactor. Coenzyme is a type of cofactor. എന്നാണ് നിങ്ങൾ ആൻസർ കൊടുക്കേണ്ടത്. So very good. So let's move to the next question. The non-protein organic compound that are tightly bound to apoenzyme. Non-protein organic compound that is called cofactor. Non-protein organic compound that tightly bound to apoenzyme is called cofactor. The protein part of the enzyme is called, protein part നെ പറയുന്ന പേര് എന്തായിരുന്നു? ദാ നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. The protein part is called apoenzyme. Protein part നെ apoenzyme എന്നും non protein part നെ cofactor എന്നും പറയും. Okay, so we'll move to the next question. Question number 6. Observe the graph given below.
അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഗ്രാഫ് എടുക്കണം. ഐഡന്റിഫൈ ദ ഗ്രാഫ്. മെൻഷൻ ദ റോൾ ഓഫ് എൻസൈം ഇൻ ദിസ് പ്രോസസ്. ഐഡന്റിഫൈ ദ ഗ്രാഫ്. ഈ ഗ്രാഫിനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. എന്താണ് നിങ്ങൾ ഈ ഗ്രാഫിനെ ഐഡന്റിഫൈ ചെയ്യാം? ദിസ് ഗ്രാഫ് ഷോസ് the rate of reaction in the presence of enzyme. This graph shows the rate of reaction in the presence of enzyme. ഇവിടെ നിങ്ങൾക്ക് ഗ്രാഫിൽ രണ്ട് സാധനങ്ങൾ തന്നിട്ടുണ്ട്. എക്സ് ആക്സിസിൽ വരുന്നത് ഇവിടെ തന്നിട്ടുണ്ട് പൊട്ടൻഷ്യൽ എനർജി എന്നുള്ളത് y ആക്സിസിലും okay, and rate of reaction എന്നുള്ളതിനെ x axis തന്നിട്ടുണ്ട്. rate of reaction and potential energy. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ ഹയർ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഹയർ എനർജി ലെവലിലാണ് സബ്സ്ട്രേറ്റ് ഉള്ളത്. പ്രൊഡക്റ്റ് ആണെങ്കിൽ ലോവർ എനർജിയിലാണ്. പ്രൊഡക്റ്റ് ലോവർ എനർജിയും സബ്സ്ട്രേറ്റ് ഹയർ എനർജിയിലും നിൽക്കുന്ന ഒരു റിയാക്ഷൻ ആണ് നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ. അവിടെ എനർജി പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന റിയാക്ഷൻ ആണ് എക്സോതെർമിക്. എന്ത് റിയാക്ഷൻ ആയിക്കോട്ടെ മക്കൾസെ, ഇത് നമ്മൾ ഒരു ബേസ് ലൈൻ ആണ്. ബേസ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ട്രേറ്റിന്റെ എനർജി ലെവലാണ്, പൊട്ടൻഷ്യൽ എനർജിയാണ്. ഈ പൊട്ടൻഷ്യൽ എനർജി ഒറ്റയടിക്ക് ഇങ്ങനെ പ്രൊഡക്റ്റ് ആവാൻ പറ്റില്ല. എന്താണ്? സബ്സ്ട്രേറ്റിന് എപ്പോഴും ഒരു ഹയർ എനർജി സ്റ്റേജിൽ പോകും. അവിടെ വെച്ചിട്ട് ബോണ്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ബോണ്ട് ബ്രേക്ക് ചെയ്യല്, ബോണ്ട് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ബിൽഡ് ചെയ്യാൻ. അപ്പൊ ബോണ്ട് ബ്രേക്കിങ്ങിനും ബോണ്ട് ബിൽഡിങ്ങിനും ഒക്കെ ഇവർക്ക് ഒരു ഹയർ എനർജി ലെവലിലെ സ്റ്റേറ്റിലേക്ക് പോകണം. ഇവിടെ വെച്ചിട്ടാണ് ബോണ്ട് ബ്രേക്ക് ചെയ്യുക. ആ സൈറ്റിനെ നമ്മൾ പറയും ട്രാൻസിഷൻ സൈറ്റ്. ട്രാൻസിഷൻ സൈറ്റ്, അതായത് സബ്സ്ട്രേറ്റ് പ്രൊഡക്റ്റ് ആയി മാറുന്ന ആ പോയിന്റ്, ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന ആ പോയിന്റ് ആണ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഈ ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് എത്താൻ ആവശ്യമായ എനർജിയെ പറയുന്ന പേരാണ് എനർജി റിക്വയർഡ് ടു റീച്ച് ദ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഈസ് കോൾഡ് ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജി എന്നാണ് പറയുക. അതിൽ മാത്രമേ ഇവര് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അത് പ്രൊഡക്റ്റ് ആയിട്ട് മാറുള്ളൂ. ഈ എൻസൈംസുകൾ എന്ത് ചെയ്യുന്നു? എൻസൈംസ് ബ്രിങ് ഡൗൺ ദ ആക്ടിവേഷൻ എനർജി. എൻസൈമിന്റെ പ്രസൻസിലാണെങ്കിൽ ചെറിയ എനർജി ലെവലിൽ തന്നെ അത് എന്തായിട്ട് മാറും? പ്രൊഡക്റ്റ് ആയിട്ട് മാറും. സോ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എൻസൈം? എൻസൈംസ് ബ്രിങ് ഡൗൺ ദ ആക്ടിവേഷൻ എനർജി. Mention the role of enzyme in this process. Enzymes bring down the activation energy. Seventh question like fill in the blanks suitably. In a protein, amino acids are linked by. ഒരു പ്രോട്ടീനിൽ അമിനോ ആസിഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബോണ്ടുകൾ എന്താണ്? ഒരു അമിനോ ആസിഡ് 1, അമിനോ ആസിഡ് 2, അമിനോ ആസിഡ് 3. ഇതിന്റെ ഇടയിലുള്ള ബോണ്ടിനെ പറയുന്ന പേരെന്തുവാ? This bond is called peptide bond. The bond between the amino acid is called peptide bond. Correct? Peptide bond. അങ്ങനെയാണെങ്കിൽ in a polysaccharide, individual monosaccharide, ഇപ്പൊ ഗ്ലൂക്കോസ് ആണെങ്കിലും റൈബോ ഷുഗർ ആണെങ്കിലും ഇവരൊക്കെ ഗ്ലൂക്കോസ് തന്നെ നമുക്ക് എടുക്കാം. അതല്ലേ എളുപ്പം. ഗ്ലൂക്കോസ് നമുക്ക് പരിചയമുള്ള ആൾക്കാരെ കൊണ്ട് ഗ്ലൂക്കോസ്. ഈ ഗ്ലൂക്കോസുകൾ തമ്മിൽ കണക്ട് ചെയ്ത ബോണ്ട് ഏതാണ്? അതായത് ഇത് പ്രോട്ടീനിലുള്ള ബോണ്ടാണ്. രണ്ടാമത്തെ ചോദ്യം, കാർബോഹൈഡ്രേറ്റിലുള്ള ബോണ്ട് ഏതാണ്? സ്റ്റാർച്ചിലുള്ള ബോണ്ട് ഏതാണ്? പെപ്റ്റൈഡ് ബോണ്ട് അല്ല. എന്ത് ബോണ്ടാണ്? ഗ്ലൈക്കോസിഡിക് ബോണ്ട്. Glycosidic bond. Glycosidic bond. So the bond between the two glucose is called glycosidic bond. Glycosidic bond ആണ് ട്ടോ. Great. Okay. അപ്പോൾ നമുക്ക് കാർബോഹൈഡ്രേറ്റ് ബന്ധപ്പെട്ടിട്ട് 1-2 പോയിന്റുകൾ പറയണം മക്കളെ. എന്താണ് പോയിന്റ് എന്ന് അറിയാം? ഒന്ന്, നമുക്കൊരു ഒരുപാട് ഫോംസുകൾ അറിയാം. അപ്പൊ ഒന്നാമത് സെല്ലുലോസ് എന്ന് പറയുന്നത് ഒരു പോളിമർ ഫോം ആണ്. ബയോ മാക്രോ മോളിക്യൂൾ ആണ്. ഒരുപാട് യൂണിറ്റ് ഉള്ളതാണ് മാക്രോ മോളിക്യൂൾസ്. എപ്പോഴും പോളിമർ ആയിരിക്കും മാക്രോ.
മാക്രോമോളിക്യൂൾസിന് 800 അല്ലെങ്കിൽ 1000 ഡാൾട്ടൺ ആണ് മോളിക്കുലർ സൈസ്. അതിന്റെ മുകളിലേക്കുള്ളതാണ് 1000 ഡാൾട്ടന് മുകളിലുള്ളതാണ് ബയോ മാക്രോമോളിക്യൂൾ. 800ഉം 18 ഡാൾട്ടന്റെയും ഇടയിലുള്ളതാണ് ബയോ മൈക്രോമോളിക്യൂൾ. അമിനോ ആസിഡ്, ഓക്കെ. പിന്നെ വരുന്നത് ഗ്ലൂക്കോസ്, ന്യൂക്ലിയോടൈഡ് എന്നൊക്കെ പറയുന്നത് ബയോ മൈക്രോമോളിക്യൂൾസും അതിന്റെ ഒക്കെ കോംപ്ലക്സ് ഫോം. അമിനോ ആസിഡ് കൂടിയത് പ്രോട്ടീൻ, ഗ്ലൂക്കോസ് കൂടിയത് കാർബോഹൈഡ്രേറ്റ്, ഓക്കെ. ഫാറ്റി ആസിഡും ഗ്ലിസറോളും കൂടി കഴിഞ്ഞാൽ അത് വേറെ ഫോം, അത് ബയോ മൈക്രോമോളിക്യൂൾസ് ആണ് കേട്ടോ. ഫാറ്റ്, ലിപ്പിഡ് എന്ന് പറയുന്നത് ബയോ മൈക്രോമോളിക്യൂൾസ് ആണ്. കൊളസ്ട്രോൾ ഒക്കെ ബയോ മൈക്രോമോളിക്യൂൾസ്. അതിന്റെ ഒക്കെ ലേറ്റ് ഹയർ സ്റ്റേജസിനെ പറയുന്ന പേരാണ് 10,000 ഡാൾട്ടൺ എന്നുള്ളത് അതിന്റെ ഒരു വേറെ റേഞ്ച് ആണ്. അപ്പൊ നമ്മൾ 18 to 800 ഡാൾട്ടന്റെ ഇടയിലുള്ളതിനെ ബയോ മൈക്രോമോളിക്യൂൾസ് എന്ന് പറയും. അതിന്റെ മുകളിലോട്ട് 1000 ഡാൾട്ടന്റെ മുകളിലോട്ട് 10,000 ഡാൾട്ടൻ വരെ എത്ര പോയി കഴിഞ്ഞാലും അതൊക്കെ ബയോ മാക്രോമോളിക്യൂൾ ആണ്. 18 to 800 ഡാൾട്ടൻ മൈക്രോമോളിക്യൂൾ, ബയോ മൈക്രോമോളിക്യൂൾ. ഓക്കെ, 18 to 800 ആണെങ്കിൽ മൈക്രോമോളിക്യൂൾ. ഇത് ചോദിക്കുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിക്കാം. ഓക്കെ, സെല്ലുലോസ് എന്ന് പറയുന്നത് ശരിക്കും ഹോമോപോളിമർ ഓഫ് ഗ്ലൂക്കോസ്. സെല്ലുലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതേപോലെ തന്നെ ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതൊക്കെ ഹോമോപോളിമർ ഓഫ് ഗ്ലൂക്കോസ്. കൈറ്റിൻ, എന്താണ് കൈറ്റിൻ? കൈറ്റിൻ ഈസ് എ ഹോമോപോളിമർ ഓഫ് ഏതിൻ്റെതാണ്? N. Yes, it is N-acetyl ഗ്ലൂക്കോസമൈനോ അല്ലെങ്കിൽ ഗാലക്ടോസമൈനോ രണ്ടും കൊടുക്കാം. അപ്പൊ ഞാൻ ഗ്ലൂക്കോസമൈൻ കൊടുക്കാം. N-acetyl glucosamine. നോക്കിയേ, കൈറ്റിൻ is a homopolymer of N-acetyl glucosamine. Okay, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 8th question. Identify the wrong statement from the following and correct it. Lipids are not strictly a macromolecule. Lipids എന്നുള്ളത് ഒരു macromolecule അല്ല. നമുക്ക് കറക്റ്റ് ആണ്. Lipids are micromolecules. Lipids are not strictly macromolecules അല്ല. Lipids are എന്താണ്? കറക്റ്റ് ആണത്. Lipids are not strictly macromolecule because lipids are micromolecules. Cellulose is not a polysaccharide. ശരിയാണ്, അല്ല. സെല്ലുലോസ് എന്നുള്ളത് പോളിസാക്കറൈഡ് ആണ്. സെല്ലുലോസ് ഈസ് എ പോളിസാക്കറൈഡ്. നമ്മൾ അപ്പൊ പറഞ്ഞതേ ഉള്ളൂ, ലോങ് ചെയിൻ പോളിസാക്കറൈഡ്. ഓക്കെ, സെല്ലുലോസ്, ഇനുലിൻ എന്ന് പറയുന്നതും സെല്ലുലോസ് എന്ന് പറയുന്നതും അതേപോലെ ഗ്ലൈക്കോജൻ എന്ന് പറയുന്നതും എല്ലാം തന്നെ പോളിസാക്കറൈഡിന്റെ ഫോംസുകളാണ്. 9th ക്വസ്റ്റ്യൻസുകളിൽ നിങ്ങൾക്ക് കുറെ ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഇതെല്ലാം എന്താണെന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. സോ ഒന്നാമത്തേതിൽ നിങ്ങൾക്ക് ഒരു COOH, ഓക്കെ, ഇത് നിങ്ങൾക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഏതാണിത്? COOH, അമിനോ ഗ്രൂപ്പ് ഉണ്ട്, കാർബോക്സി ഗ്രൂപ്പ് ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, CH2OH ആണുള്ളത്. CH2OH ആണെങ്കിൽ എന്തായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞത്? ഓക്കെ, CH2OH ആണെങ്കിൽ സെറൈൻ. എങ്കിൽ രണ്ടാമത്തെ ചിത്രം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ചിത്രം ഇതാ ഇങ്ങനെയാണ്. നമുക്ക് ഒരു ചിത്രം ഉള്ളത്. ഒരു പെന്റോ ഷുഗർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു പെന്റോ ഷുഗർ. ഈ പെന്റോ ബി എന്നുള്ളതിൽ കേട്ടോ പെന്റോ ഷുഗർ ആണ്. ഇതിന്റെ ഒന്നാമത്തെ കാർബൺ പൊസിഷനിൽ ഒരു നൈട്രജൻ ബേസ് വന്നിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് പേര് തന്നിട്ടുണ്ട് അഡിനിൻ ആണ്. അഡിനിൻ ഒരു പെന്റോ ഷുഗർ, ഒരു പെന്റോസ്, അത് റൈബോസ് ആവാം, ഡിയോക്സി റൈബോസ് ആവാം. ഒരു പെന്റോ ഷുഗറിന്റെ കൂടെ ഒരു നൈട്രജൻ ബേസ് വന്ന് കൂടി ചേർന്ന് കഴിഞ്ഞാൽ we call this as a pentose sugar plus nitrogen base ആണെങ്കിൽ we call it as nucleoside. A pentose sugar plus nitrogen base വരികയാണെങ്കിൽ nucleoside. ഇതിന്റെ പക്ഷെ പിക്ചർ കംപ്ലീറ്റ് ആയില്ലല്ലോ. നിങ്ങൾ നോക്കിയടാ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ you will see a phosphate group. അവിടെ ഒരു phosphate group കൂടി ചേർന്ന് കണ്ടോ?
ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി ന്യൂക്ലിയോസൈഡിന്റെ കൂടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി ചേർന്ന് കഴിഞ്ഞാൽ we call this as nucleotide. Correct, answer is correct, nucleotide. Okay, keep going. നന്നായിട്ടുണ്ട്, ആൻസേഴ്സുകൾ എല്ലാവരും അടിപൊളിയായിട്ട് പറയുന്നുണ്ട്. Nucleotide, identify the biomolecule, nucleotide. Right, ഇവിടെ നിങ്ങൾ നോക്കിയാൽ എന്താണ് ഈ ബോണ്ടിനെ പറയുന്ന പേര്? What is the name of this bond? What is the name of this bond? The bond is called an glycosidic bond. നേരത്തെ നമ്മൾ ഷുഗറിന്റെ ഇടയിൽ വെറും ഗ്ലൈക്കോസിഡിക് ആണെങ്കിൽ now this is n glycosidic bond ആണ്. n glycosidic bond, and this is phosphoester bond. phosphoester bond ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കേ, ഇത് ഇങ്ങനെയുള്ള രണ്ട് ന്യൂക്ലിയോടൈഡുകൾ കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ അവിടെ രണ്ട് ഫോസ്ഫോഎസ്റ്റർ ബോണ്ട് ഉണ്ടാവും. അപ്പൊ നമ്മൾ പറയും ഇന്നേ DNA വെറും എസ്റ്റർ ബോണ്ട് അല്ല, ഫോസ്ഫോഎസ്റ്റർ ബോണ്ട് ആണ്. ഫോസ്ഫോഎസ്റ്റർ ബോണ്ട് DNA ആണ്, ഇത് ന്യൂക്ലിയോടൈഡ് ആണ്. DNA ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും? രണ്ട് ഫോസ്ഫോഎസ്റ്റർ ബോണ്ട് ഉണ്ടാവുമ്പോൾ we call it as ഇന്നേ DNA phosphodiester bond. DNA ആണെങ്കിലും RNA ആണെങ്കിലും ഫോസ്ഫോഡൈ, മറ്റേതിൽ വെറും ഫോസ്ഫോഎസ്റ്റർ ബോണ്ട്. 10th question. Select the wrongly matched pair from the following. കൊളാജൻ എന്നുള്ളത് ഒരു ഇന്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആണ്. അത് ശരിയാണ്. കൊളാജൻ എന്ന് പറയുന്നത് മാട്രിക്സിന്റെ ഭാഗമാണ്, അതുകൊണ്ട് ഇന്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആണ്. ഇൻസുലിൻ എന്നുള്ളത് ഒരു ഹോർമോൺ ആണ്, അതും ശരി. ഓക്കെ, ബീന്റെ ശരിക്കും ആൻസർ, സോറി, അങ്ങനെയാണെങ്കിൽ 9ാമത്തേല് ബീന്റെ ശരിക്കും ആൻസർ ന്യൂക്ലിയോടൈഡ്. ബീന്റെ ശരിക്കും ആൻസർ ന്യൂക്ലിയോടൈഡ്. സി ഭയങ്കര സിമ്പിൾ ആണ്, ഒന്നുമില്ല, കൊളസ്ട്രോൾ. ഓക്കെ, ഇങ്ങനെതാ റിംഗ് പോലെ കാണുന്ന സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ ദിസ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് കൊളസ്ട്രോൾ ആണ്. ഓക്കെ, 10th question. Select the wrongly matched pair. ഞാൻ പറഞ്ഞു കൊളാജൻ ഇന്റർസെല്ലുലാർ സബ്സ്റ്റൻസ്, കറക്റ്റ്. ഇൻസുലിൻ എന്നുള്ളത് ഹോർമോൺ, ദാറ്റ് ഈസ് കറക്റ്റ്. ആന്റിബോഡി സെൻസറി റിസപ്ഷൻ, അതായത് അതൊരു സെൻസ് ഓർഗൻ ആണ്. ആന്റിബോഡി റിസപ്റ്റേഴ്സ് ആണ്, ശരിയാണോ? ആന്റിബോഡി എന്ന് പറയുന്ന ഒരു സെൻസ് ഓർഗന്റെ ഭാഗമാണോ? ഒരു സെൻസറി റിസപ്ഷൻ ആണോ? അല്ല. ഓക്കെ, സോ antibody ആണ് wrong. Trypsin is an enzyme, that's all correct. Okay, അപ്പോൾ ഈ ഒരു ബയോമോളിക്യൂൾസ് എന്നുള്ള പാർട്ടിൽ നമ്മൾക്ക് ഏകദേശം നമ്മൾ വേണ്ട എല്ലാ ഭാഗങ്ങളും ഇൻഫെക്ഷൻസ് ഏജന്റ് ഒക്കെ കറക്റ്റ് ആണ്. അപ്പം ആന്റിബോഡിയുടെ ഡെഫിനിഷൻസും ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ ബയോമോളിക്യൂൾസിൽ നിങ്ങൾ ഇത്രയും ഭാഗങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിക്കുക. ഇതിന് കൂടാതെ നിങ്ങൾ നല്ല ശ്രദ്ധിക്കേണ്ട വേറൊരു ഭാഗമുണ്ട്, ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമെൻക്ലേച്ചർ ഓഫ് എൻസൈം എന്ന് പറയുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ അത് നിങ്ങൾ ഒന്ന് എങ്ങനെ നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ ട്രാൻസ്ഫറേസസ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഒരു ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്യും. അതിന്റെ ഒരു ചെറിയൊരു ഇക്വേഷൻ രൂപത്തിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട സാധനങ്ങൾ ഏതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിഡോ റിഡക്റ്റേഴ്സ്, ഓക്സിഡേഷൻ റിഡക്ഷൻ. അതായത് ഒരു ഓക്സിഡൈസ് ആയിട്ടുള്ള സാധനം വേറൊരു റിഡക്ഷനുമായിട്ടുള്ള റിയാക്ട് ചെയ്യുമ്പോൾ അവർ നേരെ മാറും. ഇപ്പൊ ഞാനും നിങ്ങളുമാണെങ്കിൽ ഞാൻ ഓക്സിഡൈസ്ഡ് ആണ്, നിങ്ങൾ റെഡ്യൂസ്ഡ് ആണ് എങ്കിൽ നമ്മുടെ റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ ഓക്സിഡൈസ്ഡ് ആയ ഞാൻ റെഡ്യൂസ്ഡും നിങ്ങൾ ഓക്സിഡൈസ്ഡുമായിട്ട് മാറി. ജസ്റ്റ് മാറുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഓക്സിഡോ റിഡക്റ്റേഴ്സ്. ട്രാൻസ്ഫറേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ മാറ്റുന്നതിനെ പറയുന്ന പേരാണ് എന്ത്? ട്രാൻസ്ഫറേസസ്. അപ്പൊ നമ്മൾ നോക്കിയേ, എസ് അതിന്റെ ഗേൾ ഫ്രണ്ടിനെയും കൊണ്ട് ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് എസ് ഡാഷ്, എസിന്റെ ഗേൾ ഫ്രണ്ട് ആൻഡ് ഫ്രണ്ട് ആയിട്ടുള്ള എസ് ഡാഷിനെയും കൊണ്ടിട്ട് ഒരു പാർക്കിൽ പോയി ഐസ്ക്രീം ഒക്കെ വാങ്ങാൻ വേണ്ടിട്ട് എസ് പോയി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ആ ഗേൾ ഫ്രണ്ട് എസ് ഡാഷിന്റെ കൂടെ പോയി, ഇയാള് സോമൻ ശശിയായി. ഇതാണ് എന്ത് പരിപാടി? ട്രാൻസ്ഫറേസസ്. ആ ഗ്രൂപ്പിനെ മാറി, എസിൽ നിന്നും ആ ഗ്രൂപ്പ് പോയിട്ട് എസ് ഡാഷിന്റെ കൂടെ പോയി. ഇതാണ് ട്രാൻസ്ഫറേസസ്. ഓക്കെ, ലയേസസ് ആകുമ്പോൾ അവിടെ അവർ ബ്രേക്ക് ഡൗൺ റിയാക്ഷൻ എന്നിട്ട് എന്ത് ചെയ്യും? ഒരു പാർട്ടിക്കിൾസിനെ ഒഴിവാക്കും.
അപ്പൊ ഈ ഒരു നെയിമിംഗ് എന്ന് പറയുന്ന എൻസൈം നമ്മൾക്ക് ജസ്റ്റ് നിങ്ങൾ ആ റിയാക്ഷനും ആ എൻസൈമുകളും പഠിച്ചു വെക്കണം. ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ് അത്. Okay, so now let me move to the next one chapter. നമുക്കല്ലാതെ സമയം കിട്ടില്ല. Okay, so next chapter is digestion and absorption. So let me move to the topic of digestion and absorption. Digestion and absorption. First question. The process of conversion of complex food substances into simple absorbable form is called. Complex food നെ simple ആയിട്ട് absorb ചെയ്യാൻ form convert ചെയ്യുന്നതിനെ പറയുന്ന പേര് എന്താണ്? So ഒന്നാമത്തെ answer, that is called digestion. Conversion of complex into simple form is called digestion. Correct. Dental formula in human beings. ഒരു നോർമൽ അഡൽട്ട് ആയിട്ടുള്ള ഒരാളുടെ ഡെന്റൽ ഫോർമുല എന്താണ്? സോ ഡെന്റൽ ഫോർമുല ഈസ് 2123 by 2123. ഇതാണ് ഡെന്റൽ ഫോർമുല. കറക്റ്റ് ആണ് ആൻസർ. 2123 by 2123. ഇവിടെ നിങ്ങൾ ടോട്ടൽ നമ്പർ ഓഫ് ടീത്ത് ചോദിക്കാണ്. നമ്പർ ഓഫ് ടീത്ത് എത്ര ഉണ്ട്? അപ്പൊ 32 എന്ന് നമ്മൾ പറയും. എത്ര ഇൻസിസേഴ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതായി 2 + 2 4 × 2 ചെയ്യണം. എല്ലാത്തിനും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ടീത്ത് കാണണമെങ്കിൽ ഈ ഫോർമുലന്റെ കൂടെ × 2 ചെയ്യുക. അപ്പൊ 2 + 2 4 × 2 8. ഇതാണ് ഇൻസിസേഴ്സ്. രണ്ടാമത്തെ കനൈൻ. എത്ര കനൈൻ ഉണ്ട്? 1 + 1 2 × 2 4. How many premolars? 2 + 2 4 × 2 8. How many molars? 3 + 3 6 × 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 12. അങ്ങനെ ഓരോന്നിനും നമ്പർ ഓഫ് ടീത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ × 2 ചെയ്തിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. കറക്റ്റ്. എല്ലാവരും നല്ല അടിപൊളി ആൻസറിംഗ് സ്കിൽ ഉണ്ട് കേട്ടോ. കീപ് ഗോയിങ്. ഓക്കെ, സ്പീഡ് ഉണ്ട്. ആ സ്പീഡ് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്പീഡാണ് എനിക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നത്. ഈവൻ യു ക്യാൻ ടൈപ്പ് ഇഫ് ദിസ് മച്ച് സ്പീഡ് മീൻസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതിനേക്കാളും പെട്ടെന്ന് സ്പീഡിൽ എഴുതാൻ പറ്റും. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ മിൽക്ക് ടീത്തിന്റെ ഡെന്റൽ ഫോർമുല എന്താ മക്കളെ? മിൽക്ക് ടീത്ത് രണ്ട് സെറ്റ്. പെർമനന്റ് ടീത്ത് ആണ് 32. മിൽക്ക് ടീത്തിൽ 20 പല്ലുകളേ ഉള്ളൂ എങ്കിൽ അതിന്റെ ഡെന്റൽ ഫോർമുല എങ്ങനെ എഴുതും? The dental formula is 2102 by 2102. അവർക്ക് ഇല്ലാത്ത ടീത്ത് പ്രീമോളാർസ് എന്ന് പറയുന്ന ടീത്ത് ആബ്സെന്റ് ആണ്. പ്രീമോളാർ ഈസ് ആബ്സെന്റ്. 210. ഓക്കേ, അപ്പോൾ നമ്പർ നോക്കി കഴിഞ്ഞാൽ 8408. 8408. ഓക്കേ, അപ്പോൾ നമുക്ക് അതിന്റെ ടോട്ടൽ നമ്പർ കിട്ടും. 20 എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. The food mixes thoroughly with the acidic gastric juice of the stomach by the churning movement. അതായത് സ്റ്റൊമക്ക് ഇങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കും ഭക്ഷണത്തെ. അതിനെയാണ് നമ്മൾ ചേർണിംഗ് മൂവ്മെന്റ് എന്ന് പറയുക, ഫിസിക്കൽ മൂവ്മെന്റ്. അങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ what do we call the food then? ആ ഫുഡിനെ പറയുന്ന പേര്. The answer is chyme. chyme. പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത് ഫുഡിന്റെ മൂവ്മെന്റ് ആണ്. നമ്മുടെ ഈസോഫാഗസിന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് ആനസ് വരെ ഉള്ളതിന്റെ മൂവ്മെന്റിനെ പറയുന്ന പേരാണ് പെരിസ്റ്റാൾസിസ്. ഇത് chyme. Okay, good. Answer is correct. Fourth question. Liver is the largest gland and is associated with the various functions. Choose one which is not correct. ഇതിൽ എന്താണ് കറക്റ്റ് അല്ലാത്തത്? Metabolism of carbohydrate, digestion of fat, formation of bile, secretion of hormone called gastric. Liver is the largest gland and is associated with the various functions. Choose one which is not correct. ലിവറുമായിട്ട് ബന്ധപ്പെടാത്ത സാധനം ഏതാണ്? Okay, answer is
Yes, the option D, secretion of hormone called as gastric. Gastric juice ne produce ചെയ്യുന്നത് liver അല്ല, stomach ആണ്. Correct. Fifth question. Mark the right statement among the following. Mark the right statement among the following. Trypsinogen is an inactive enzyme. Trypsinogen is secreted by intestinal mucosa. Trypsinogen is secreted by intestinal mucosa. Enterokinase is secreted by pancreas. Bile contains trypsin. ഇതിലെ റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ എ. ട്രിപ്സിനോജൻ is an inactive enzyme. ട്രിപ്സിനോജൻ ഇനാക്റ്റീവ് ആണ്, കാരണം അത് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ട്രിപ്സിനോജൻ should be converted to trypsin. Okay, അവിടെ രണ്ടാമത്തെ എന്താ തെറ്റ്? ട്രിപ്സിനോജൻ is secreted by intestinal mucosa. തെറ്റാണ്. ട്രിപ്സിനോജൻ is secreted by pancreas. Pancreatic ജ്യൂസിലുള്ള എൻസൈം ആണ്. Enterokinase is secreted by pancreas. തെറ്റാണ്. അത് intestinal mucosa ആണ്. Bile contains trypsin. No, bile does not contain any enzyme. Bile pigments മാത്രമേ ഉള്ളൂ, എൻസൈംസുകൾ ഇല്ല. Bile does not contain any enzymes. Okay, അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് correct. Okay, select what is not true of intestinal villi among the following. ഇതിലെ എന്താണ് കറക്റ്റ് അല്ലാത്തത്? They possess microvilli. ശരിയാണ്. വില്ലേന്റെ മുകളിൽ അവർക്ക് ചെറിയ വേറെ വില്ലകളുണ്ട്. ഈ വില്ലേനെ പറയുന്ന പേരാണ് മൈക്രോവില്ലെ. വില്ലെ contain minute villi called microvilli. That's true. They increase the surface area. ശരിയല്ലേ? Correct. They are supplied with capillaries and lacteals. വില്ലേന്റെ ഉള്ളില് capillaries lacteals ഉണ്ട്. They only participate in digestion of fat. No, they are participating in the absorption and digestion of food. Absorption of food. അതുകൊണ്ട് ഡി തെറ്റാണ്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, അത് അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. Explain the term thecodont and diphyodont. ഇത് എത്ര തവണ ചോദിച്ചിട്ടുണ്ടെന്ന് അറിയാം? ഒരുപാട്. മോസ്റ്റ് റിപ്പീറ്റഡ് തന്നെ പറയാം. thecodont and അതേപോലെ diphyodont. എന്താണ് thecodont? thecodont എന്ന് പറഞ്ഞു കഴിഞ്ഞാല് the tooth അല്ലെങ്കിൽ teeth embedded in the socket of jawbone. ജോബോണിന്റെ പ്രത്യേക കുഴികളിലാണ്, ഇങ്ങനെ ഒരു കുഴികളിലാണ് എന്ത് ഫിറ്റ് ചെയ്തിട്ടുള്ളത്? ടീത്ത് ഫിറ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിനെ പറയുന്ന പേരാണ് thecodont. ഇനി എന്താണ് അടുത്ത ടേം? diphyodont. Diphyodont എന്ന് പറഞ്ഞു കഴിഞ്ഞാല് teeth arise two eyes. Diphyodont എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ teeth arise two eyes in the lifespan. ഐസിൽ രണ്ട് തവണ പല്ല് വരികയാണെങ്കിൽ that is called diphyodont. Okay, and അങ്ങനെയാണെങ്കിൽ ഒരു ടേം കൂടി ഉണ്ട്, heterodont dentition. Heterodont എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the presence of different types of teeth in the jawbone. താടിയല്ലിൽ പല ടൈപ്പ് പല്ലുകൾ ഉണ്ടെങ്കിൽ heterodont. Okay, next question, 8th question. Arrange the following enzymes under two headings: pepsin, salivary amylase, maltase, trypsin, lactase, sucrase. ഇത്രയും സാധനങ്ങളുണ്ട്. ഇതിനെ രണ്ട് ഹെഡിങ്ങിലേക്ക് ആക്കി മാറ്റണം. അപ്പൊ ഞാനിതാ ഇങ്ങനെ ആദ്യം തന്നെ എന്നെ രണ്ടെണ്ണമായിട്ട് തിരിച്ചു. എനിക്ക് നോക്കിയപ്പോ തന്നെ എനിക്ക് ഐഡിയ കിട്ടി. എന്താണ് ഐഡിയ കിട്ടിയത്? പെപ്സിൻ പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം ആണല്ലോ. സലൈവറി അമിലേസ് സ്റ്റാർച്ച് ടു മാൾട്ടേസ്. അപ്പൊ സ്റ്റാർച്ച്. അപ്പൊ രണ്ട് കാറ്റഗറി എന്തായിരിക്കും? ഒന്ന് പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈംസുകളാണ്, പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസുകളും. രണ്ടാമത്തത് സ്റ്റാർച്ച് ഡൈജസ്റ്റിംഗ് എൻസൈംസ് ആണ്. ഇതാണ് രണ്ട് കാറ്റഗറിയിൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, കാരണം അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വേഗം മനസ്സിലാവും. സോ പെപ്സിനെ ഞാൻ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസിൽ കൊണ്ടിട്ടു, കാരണം ആക്ട് ഓൺ പ്രോട്ടീൻ. സലൈവറി അമിലേസിനെ സ്റ്റാർച്ചിൽ, സലൈവറി അമിലേസ് സ്റ്റാർച്ച്.
കാർബോഹൈഡ്രേറ്റിന് ഡൈജഷൻ ഉള്ളതാണ്. മാൾട്ടോസ് സ്റ്റാർച്ച്. അപ്പൊ മാൾട്ടേസിനെ നമ്മൾ ഇവിടെ ഇട്ടു, മാൾട്ടേസ്. ട്രിപ്സിൻ എന്നൊക്കെ പറയുമ്പോൾ അധികവും പ്രോട്ടീൻ ആണ്. ട്രിപ്സിൻ പ്രോട്ടീൻ. ലാക്ടോജൻ മിൽക്ക് ഷുഗർ. മിൽക്ക് ഷുഗറിലേക്ക് ആക്ട് ചെയ്യുന്നതാണ്, ഷുഗർ ആണ്, കാർബോഹൈഡ്രേറ്റ് ആണ്. സൂക്രേസ് പ്ലാന്റ് ഷുഗർ, സൂക്രേസ്. അപ്പൊ ഇവിടെ കൊടുത്തു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ രണ്ട് കാറ്റഗറൈസ് ചെയ്യാനേ പറ്റുള്ളൂ. ഇത്രയേ ഇതിൽ തന്നിട്ടുള്ളൂ. അപ്പൊ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസുകൾ ഒരുപാടുണ്ട്. പെപ്സിൻ ഉണ്ട്, ട്രിപ്സിൻ ഉണ്ട്, കൈമോട്രിപ്സിൻ ഉണ്ട്, കാർബോക്സി പെപ്റ്റിഡേസ് ഉണ്ട്, അതേപോലെ ഡൈപെപ്റ്റിഡേസ് ഉണ്ട്. അപ്പൊ ഓരോന്നിന്റെയും ഒരു കൃത്യമായിട്ട് ഫ്ലോ ചാർട്ട് രൂപത്തിൽ നിങ്ങൾ ഡയറ്റേഷൻ ഓഫ് ഫുഡ് എന്നുള്ള ഭാഗം പഠിക്കുക. ഓക്കെ, വളരെ യൂസ്ഫുൾ ആണ്. നെക്സ്റ്റ് വൺ, 9th ക്വസ്റ്റ്യൻ. ലേബൽ ദ ഫോളോയിങ് പാർട്ട്. ഇവിടെ ടീത്തിനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാണ് വേണ്ടത്. യെസ്, എനി ഡൗട്ട്? ഓക്കെ, ഡി എന്ന് പറയുന്ന ഓരോ ടീത്തുകൾ നോക്കുകയാണെങ്കിൽ എ മൊളാസ് ആണ്, ബി പ്രീമൊളാസ് ആണ്, സി കനൈൻ ആണ്, ഡി ഇൻസിസേഴ്സുകളാണ്. 10th question. The end product of fat digestion are not absorbed directly into bloodstream. Justify. അതായത് ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഒരു ഡയറക്റ്റ് ആയിട്ട് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുന്നില്ല. നിങ്ങളോട് ജസ്റ്റിഫിക്കേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ ആൻസർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. Fat being insoluble in water. Fat being insoluble in water, it cannot be absorbed into the blood. So fat being insoluble in water, it cannot be absorbed into the blood. Bloodilekku absorb ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിലോ എന്താ സംഭവിക്കുക? So first നമ്മുടെ ഫാറ്റി ആസിഡ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ്, fatty acid, this is converted into smaller particles called as micelles. Fatty acids are converted into micelles. ന്റെ രൂപത്തിലേക്ക് അത് കൺവേർട്ട് ചെയ്യുന്നു. Micelles are എങ്ങനെ ചെയ്യുന്നു? ഇത് ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ മിസെല്ലസിനെ നേരെ ആര് അബ്സോർബ് ചെയ്യുന്നു? ഇറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ intestinal mucosa. intestineന്റെ മ്യൂക്കോസ അബ്സോർബ് ചെയ്യുന്നു. അപ്പൊ ആദ്യം മിസെല്ലസ് ആകുന്നു, മിസെല്ലസിനെ intestinal mucosa അബ്സോർബ് ചെയ്യുന്നു. intestinal mucosa അവിടെ വെച്ചിട്ട് in the intestinal mucosa fatty acids are surrounded by a protein coat. Fatty acids are surrounded by a protein coat, which is called as protein coated fatty acid. Is called protein coated fatty acid. ine parayna perana is called, endana protein coated fatty acid ine parayna pere? It's called chylomicrons. The chylomicrons are absorbed into the lacteals. Chylomicrons are absorbed into the lacteals. Lacteals നിന്നും ഫൈനലി അത് ബ്ലഡിലേക്ക് എടുക്കും. ഇങ്ങനെയാണ് ഫാറ്റി ആസിഡിന്റെ അബ്സോർപ്ഷൻ. ഫാറ്റിന്റെ അബ്സോർപ്ഷനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലോ ചാർട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ നോക്കുക. The end product of fat digestion are not absorbed directly into bloodstream. Justify. യെസ്, ഇത് ഒരു 3 മാർക്കിന് ചോദിച്ചതോ അല്ലെ 2 മാർക്കിന്റെ ചോദ്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തെല്ലാം എഴുതണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ fat being insoluble in water, it cannot be directly absorbed into the blood. Instead, okay, fatty acids are converted to micelles, which are transported to intestinal mucosa, where it is converted into protein coated fat. Protein cover ചെയ്തിട്ടുള്ള ഫാറ്റ് ആയിട്ട് മാറുന്നു. This is called chylomicrons.
chylomicrons. Chylomicrons are absorbed into the lacteals. Okay, so next question number 11. Type of teeth. Incisors 8 ആണ്, canine 4, premolars 8, molars 12. ഇത് നമ്മൾ തൊട്ട് മുമ്പേ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. We can go to the question number 12. Question number 12 ഒരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് പറയാൻ പറ്റുന്ന ടോപ്പിക് ആണ്. ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് പറയാൻ പറ്റുന്നതാണ് question number 12. Okay, what is the speciality of question number 12? നിങ്ങൾക്ക് അതിൽ ഒരുപാട് ലെയറുകൾ കാണാൻ പറ്റും. ഇതിൽ ഏറ്റവും ഇപ്പോൾ ഞാൻ വരച്ചിട്ടുള്ള ഏറ്റവും ഔട്ടർ ലെയറിനെ പറയുന്ന പേരാണ് സെറോസ. The outermost layer of an alimentary canal is called, question number 12, the outermost layer of an alimentary canal is called serosa. എന്തുകൊണ്ടാണ് സെറോസയെ നിർമ്മിച്ചിട്ടുള്ളത്? സെറോസ is made up of mesothelium. Serosa is made up of mesothelium and some connective tissue. ചില connective tissuesകളും മീസോത്തീലിയം എന്നുള്ള സ്ട്രക്ചർ കൊണ്ടാണ് സെറോസ നിർമ്മിച്ചിട്ടുള്ളത്. ഇത് രണ്ടും പഠിക്കണം. രണ്ടാമത്തത്, ഈ ലെയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ദ സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് ഒരു മസിലിന്റെ ലെയർ ആണ്. ഞാനൊരു ഔട്ട്ലൈൻ ഇതാ ഇങ്ങനെ വരച്ചേക്കുവാണ്. വരച്ചു വെച്ചിട്ട് ഇതാ ഔട്ടറിലുള്ള മസിൽസിനെ നിങ്ങൾ വരക്കുന്നത് ഇതാ ഇങ്ങനെ ആയിരിക്കും വരയ്ക്കുക. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ ലെയർ തന്നെയാണ്. മസ്കുലാരിസ് എന്നാണ് രണ്ടാമത്തെ ലെയർ. ഇതിന്റെ ഔട്ടറിലുള്ളത് ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസ്. ഔട്ടർ ലെയർ ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസുകളാണുള്ളത്. എങ്കിൽ ഇതിന്റെ ഉള്ളിലുള്ള ലെയർ ഓഫ് മസിൽസ് എന്ന് പറയുന്നത് സർക്കുലാർ മസിൽസ് ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസ് ആൻഡ് സർക്കുലാർ മസിൽസ്. ഈ രണ്ടെണ്ണത്തിനും ചേർത്തിട്ട് നമ്മൾ പറയുന്ന ലെയറിന്റെ പേരാണ് മസ്കുലാരിസ്. മസ്കുലാരിസ് made up of smooth muscles. Made up of smooth muscles. എങ്കിൽ ഇതിന്റെ ഉള്ളിൽ തൊട്ട് ഉള്ളിലായിട്ട് കാണുന്ന മറ്റൊരു ലെയറിനെ പറയുന്ന പേരാണ് സബ് മ്യൂക്കോസ. തൊട്ട് ഉള്ളിലുള്ള ലെയറിനെ പറയുന്ന പേര് സബ് മ്യൂക്കോസ. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സബ് മ്യൂക്കോസയുടെ ക്യാരക്ടർ എന്തുകൊണ്ട് ഇത്ര ഇമ്പോർട്ടന്റ് നോക്കുക. ഇതിന്റെ ഇത്രയും പോയിന്റുകൾ നമ്മൾ എഴുതണം. ഒന്ന്, it is made up of loose connective tissue. Submucosa is made up of loose connective tissue. Plus അതിന്റെ കൂടെ നെർവുകൾ, പ്ലസ് ബ്ലഡ് വെസൽസ് രക്തക്കുഴലുകൾ, പ്ലസ് ലിംഫ് എല്ലാം കൂടിയിട്ടുള്ള ഒരു ലെയർ ആണ് സബ് മ്യൂക്കോസ. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, നെർവ്, ബ്ലഡ് വെസൽസ്, ലിംഫ് എല്ലാം കൂടിയിട്ടുള്ള ഏറ്റവും ഉള്ളിലല്ല തൊട്ട് മൂന്നാമത്തെ ലെയർ ആയിട്ട് വരുന്നതാണ് സബ് മ്യൂക്കോസ. എങ്കിൽ ഏറ്റവും ഉള്ളിലുള്ള കുറെ മടക്കുകളോട് കൂടിയിട്ടുള്ള ഒരു ലെയർ ഉണ്ട്. ഈ ലെയറിനെ പറയുന്ന പേരാണ് മ്യൂക്കോസ. ഏറ്റവും ഉള്ളിലുള്ള ലെയർ ആണ് മ്യൂക്കോസ. മ്യൂക്കോസ മ്യൂക്കോസ എന്തുകൊണ്ട് എന്നുള്ളതല്ല ചോദിക്കാറ്. ക്വസ്റ്റ്യൻ എന്താണ്? മ്യൂക്കോസയുടെ മോഡിഫിക്കേഷൻസുകൾ എന്തെല്ലാമാണ് മ്യൂക്കോസയുടെ മോഡിഫിക്കേഷൻസ്? So mucosa is modified into rugae. Rugae എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടക്കുകളാണ് മക്കളെ. Rugaes are foldings, മടക്കുകളാണ് rugae. Rugae ആണെങ്കിൽ that increases area. അതേപോലെ തന്നെ അത് കാണുന്നത് സ്റ്റൊമക്കിനുള്ളിലാണ് മോഡിഫിക്കേഷൻ. സ്റ്റൊമക് contain rugae. എങ്കിൽ the next structure is called villi. Villi in the intestine. These are the modifications of mucosa. Mark the A, B, C, D, E. About A, serosa. B, muscularis. C, submucosa. D, mucosa. E, rugae. E, rugae. Where do you find gastric gland and intestinal gland from the above diagram? Where do you find gastric gland and intestinal gland in the above diagram?
The gastric gland and intestinal gland എവിടെ കാണുന്നു? Answer is gastric gland and intestinal glands are located in the mucosa. Mucosയിലാണ് C, option C ന്റെ ആൻസർ. 13. What are the functions of large intestine? What are the functions of large intestine? The function. On the large intestine, it helps for the absorption of food and water. Okay, vitamins, minerals absorb ചെയ്യുന്നു, അതേപോലെ വാട്ടർ അബ്സോർബ് ചെയ്യുന്നു. രണ്ടാമത്തത് ഏതാണ്? Large intestine hosts some symbiotic bacteria. Large intestine hosts some symbiotic bacteria for the symbiotic digestion. അത് സീക്കം എന്ന് പറയുന്ന കവളത്തിലെ സിംബയോട്ടിക് ബാക്ടീരിയ പ്രസന്റ് ആണ്. Okay, that's two functions. Label the parts. ഒരു പിക്ചർ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഒരു പിക്ചറിൽ നിങ്ങളോട് മാർക്ക് ചെയ്യാൻ, this is the structure of villi. Structure of villi. ഈ വില്ലയിൽ എ എന്നുള്ളതും ബി എന്നുള്ള പാർട്ടും മാർക്ക് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. എ എന്ന് പറയുന്നത് വില്ലയുടെ മ്യൂക്കോസ എന്ന് പറയുന്ന ലെയർ ആണ്. വില്ലൈ. എ വില്ലൈ അല്ലെങ്കിൽ വില്ലസ്, സിംഗുലർ ആയിട്ട് വില്ലസ്. എ വില്ലസ്. ഓക്കെ. ബി എന്ന് പറയുന്നത് അതിനുള്ളിൽ കാണുന്ന ഒരു രക്തക്കുഴൽ പോലെയുള്ള ഒരു ഭാഗമാണ്. ദിസ് ഈസ് നോട്ട് ബ്ലഡ് വെസൽ, ഇറ്റ് ഈസ് ലിംഫ് ഡക്റ്റ് ആണ്. Lymph duct called as lacteals. Lymph duct called lacteals. Lymph vessels ആണ് lacteal, that is B. C എന്താണ് C? ഇതിന്റെ ഇടയിലുള്ള ഈ കുഴി പോലെയുള്ള ഭാഗത്തെ പറയുന്ന പേരാണ് crypts. C, crypts. Crypts of Lieberken എന്നാണ് പറയുക. Crypts of Lieberken. Crypts. What is the function of villus in human being? എന്താണ് villus-ന്റെ function? Villus increases surface area for absorption. Villus increases surface area for absorption. Okay, let's move to the 15th question. അവിടെ എൻസൈംസും അതിന്റെ ഫങ്ഷൻസുകളാണ് ചോദിച്ചിട്ടുള്ളത്. യു ഹാവ് ടു മാർക്ക് ദ ഫങ്ഷൻസ്. ലിസ്റ്റ് 1, ലിസ്റ്റ് 2. എ സലൈവറി അമിലേസ് ഫങ്ഷൻ ഏതിനാണ് ആക്ട് ചെയ്യുന്നത്? സലൈവറി അമിലേസ് ആക്ട് ഓൺ ബൈൽ സാൾട്ട്. വേറൊന്നുണ്ട്, എവിടെ ആക്ട് ചെയ്യുന്നു? കുറെ ഓപ്ഷൻസുകൾ ഉണ്ട്. റെനിൻ എന്താണ്? പെപ്സിൻ എന്താണ്? സ്റ്റേപ്സിൻ. Okay, so നമ്മൾക്ക് ആൻസേഴ്സുകൾ നോക്കാം. Salivary amylase act on starch. Salivary amylase act on starch. Bile salt ന്റെ function emulsification of fat. B5. Bile salt emulsification of fat. Renin milk protein ലെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം ആണ് renin. C2. Pepsin act on protein. Stapsin എന്ന് പറയുന്നത് ലിപ്പേസിന്റെ വേറെ പേരാണ് കേട്ടോ. Stapsin എന്ന് പറയുന്നത് ലിപ്പേസിന്റെ പേരാണ്. Stapsin act on lipid. Okay, so നിങ്ങൾ ചെയ്യേണ്ടത് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്നുള്ള ഭാഗത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ ഏരിയാസ് ടീത്തിന്റെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത പോയിന്റുകൾ, അതിൽ നിന്നും ക്വസ്റ്റ്യൻ വരാൻ നല്ല സാധ്യതയുള്ള ഭാഗമാണ്. രണ്ടാമതായിട്ട് ഡയഗ്രത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഡയഗ്രാം. അതേപോലെ തന്നെ ഹെപ്പാറ്റോ പാങ്ക്രിയാറ്റിക് ഡക്റ്റിന്റെ ഒരു ഡയഗ്രാം ഉണ്ട്, ഡക്റ്റുകളെ കാണിക്കുന്ന ഡയഗ്രാം, അതും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡൈജഷൻ ഓഫ് ഫുഡിന്റെ സ്റ്റെപ്പുകൾ, ഓരോ എൻസൈംസുകളും അതിന്റെ സ്റ്റെപ്പുകളും പഠിക്കല് നിർബന്ധമാണ്. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരും. ഡൈജഷൻ ഓഫ് ഫുഡ് നോട്ട്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. നിങ്ങളെ നോട്ട്സുകളിൽ നന്നായിട്ട് റെഫർ ചെയ്തിട്ട് വേണം അതെല്ലാം പോർഷൻസുകൾ പഠിക്കാൻ. Now let's move to the chapter breathing and exchange of gases. ഒരു ഈസി ചാപ്റ്റർ ആണ് breathing and exchange of gases.
ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഒരുപാട് ടേംസുകളാണ് ഇതിലുള്ളത്. ഒന്നാമത്തത് ഗിൽസ് എന്ന് പറയുന്നത് ബ്രാങ്കിയൽ റെസ്പിറേഷൻ. ഗിൽസ് ബ്രാങ്കിയൽ റെസ്പിറേഷൻ, ഗിൽസിലൂടെയുള്ള ശ്വസനത്തെ ബ്രാങ്കിയൽ റെസ്പിറേഷൻ. അങ്ങനെയാണ് ലങ്സിലൂടെയുള്ള ബ്രീത്തിങ് ശ്വസനത്തെ എന്ത് പേര് പറയും? ലങ്സ്. ഗിൽസ് ബ്രാങ്കിയൽ, then ലങ്സ് എന്ത് പേര് പറയും? ലങ്സ് ആണെങ്കിൽ which is called pulmonary respiration. Pulmonary. Lungs ആണെങ്കിൽ pulmonary. Okay, and next വരെയാണ് skin ആണെങ്കിൽ it is called cutaneous. സ്കിന്നിലൂടെ ആണെങ്കിൽ cutaneous. ട്രക്കിയയിലൂടെ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ട്രക്കിയോലാർ. ട്രക്കിയയിലൂടെയുള്ള ഇതിനെ പറയുന്ന പേരാണ് ട്രക്കിയോലാർ. ഓക്കെ, സോ ഗിൽസ് ബ്രാങ്കിയൽ, ലങ്സ് ആണെങ്കിൽ പൾമണറി, സ്കിൻ ആണെങ്കിൽ ക്യൂട്ടേനിയസ്, ട്രക്കി ആണെങ്കിൽ ട്രക്കിയോലാർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, which biological phenomenon help in the gas exchange across alveolar membrane and tissue? ഏത് ബയോളജിക്കൽ പ്രോസസ് ആണ് ആൽവിയോലയുടെ ഉള്ളിൽ നിന്നും ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ട്രാൻസ്ഫറിന് സഹായിക്കുന്ന പ്രോസസ്? ഏത് പ്രോസസ്സിലൂടെയാണ് അവിടുന്ന് ഇങ്ങോട്ടും രണ്ട് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡ് വെസലിൽ നിന്നും ആൽവിയോലയിലേക്കും, ഓക്സിജൻ ആൽവിയോലയിൽ നിന്ന് ബ്ലഡ് വെസൽ, അതേപോലെ ബ്ലഡ് വെസലിന് ടിഷ്യൂയിലേക്കൊക്കെ പോകുന്ന പ്രോസസ് എന്താണ്? ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്ന പ്രോസസ്. ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ്, yes, correct, answer is correct, it is called diffusion. The answer is diffusion. Diffusion ആണ് correct. Next question, question number 3. Dash is a respiratory disorder in which alveolar walls are damaged, due to which respiratory surface is decreased. ഇത് ഒരു ക്ലൂ വേർഡ് ആണ്. ഓക്കേ, അപ്പോൾ നമുക്ക് ഡിസോർഡേഴ്സുകൾ എല്ലാം ഒന്ന് ഞാൻ പറയാം. Yes, answer is correct. Emphysema ആണ്. Emphysema. Emphysema is a respiratory disorder in which alveolar walls are damaged, due to which respiratory surface എന്ത് ചെയ്തിട്ടുണ്ട്? ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. It is കാരണം എന്നാണ്. What is the cause? എന്താ ഇതിന്റെ കാരണം? What is the cause? Cigarette smoking. Smoking ആണ് അതിന്റെ കാരണം. ഓക്കെ, അപ്പൊ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ലങ്സിന്റെ ഉള്ളില് പോയിട്ട് കാർബൺ അടിഞ്ഞു കൂടി നിൽക്കും. അങ്ങനെ വരുമ്പോൾ ആ ഒരു ആൽവിയോലയിലൂടെ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കില്ല. ദാറ്റ് വിൽ ബിക്കം ഡാമേജ്. ആ കണ്ടീഷനെ പറയുന്ന പേരാണ് എംഫസിമ. അങ്ങനെയാണെങ്കിൽ വേറൊരു അസുഖം കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ആസ്മ. What is asthma? Inflammation in bronchiole. Inflammation, അണുബാധ. Inflammation in bronchiole. Inflammation in bronchiole causes difficulty in breathing. അതാണ് symptom. Difficulty in breathing. ശ്വാസം എടുക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ that is called as asthma. രണ്ടാമത്തേതാണ്. മൂന്നാമത്തെ ഡിസോർഡറിനെ നമ്മൾ അതിൽ കാറ്റഗറൈസ് ചെയ്തത് ഒക്കുപേഷണൽ ഡിസോർഡർ ആണ്. ഒക്കുപേഷണൽ, ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഡസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന ചില അസുഖങ്ങളാണ് ഒക്യുപേഷണൽ ഡിസോർഡേഴ്സ്. അപ്പോൾ ഉദാഹരണത്തിന് സിമെന്റ് ഫാക്ടറി, സിലിക്കോസിസ്, സിലിക്ക, അത് മണലിന്റെ തരികൾ, മണ്ണിന്റെ പൊടികളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്നതാണ് സിലിക്കോസിസ്. ആസ്ബറ്റോസ് ഷീറ്റ് ഉണ്ടാക്കുന്ന ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു അസുഖമാണ് ആസ്ബറ്റോസിസ്. അവർ അത്രയും മൈന്യൂട്ട് ഡസ്റ്റ് പാർട്ടിക്കിളിനെ ശ്വസിക്കുന്നത് കൊണ്ട് ഇറ്റ് cannot be filtered from the nose. നോസ് ഒന്നും ട്രക്കിംഗ് ഒന്നും ഫിൽറ്റർ ചെയ്യില്ല. ദാറ്റ് വിൽ റീച്ച് ടു ആൽവിയോലൈ. ആൽവിയോലൈന്റെ ഉള്ളിൽ ഇൻഫെക്ഷൻ ഉണ്ടാവും. ഫൈബറസ് ഫോർമേഷൻ എന്ന് പറയും, ഫൈബേഴ്സുകളുടെ ഫോർമേഷൻ ഉണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഒക്യുപേഷണൽ ഡിസോർഡർ. അപ്പൊ 3 ടൈപ്പ് റെസ്പിറേറ്ററി ഡിസോർഡർ ആണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ. നോർമൽ ഷേപ്പ് ഓഫ് ഡയഫ്രം ഈസ് ഡാഷ് ഷേപ്പ്. ഒരു ഡയഫ്രത്തിന്റെ നോർമൽ ഷേപ്പ് എന്ത് ഷേപ്പിലാണ്?
What is the normal shape of a arch എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സയന്റിഫിക് ടേം അല്ല. ഇതിന് ഉപയോഗിക്കുന്ന ഒരു സയന്റിഫിക് ടേം ഉണ്ട്. നോട്ട് യു അല്ല. ഇപ്പൊ ഇത് നമ്മളെ റിബ് കേജ് ആണെങ്കിൽ ഈ റിബ് കേജിന്റെ അകത്ത് ആർച്ച് പോലെ എന്ന് നിങ്ങൾ പറയുന്ന പരാബോള ഒന്നും ശരിയല്ല. ഇതിന്റെ ആൻസർ ഡോം ഷേപ്പ് എന്നാണ് പറയുന്നത്. ഡോം ഷേപ്പ്, DOME, dome shaped. Okay, what is the normal shape of diaphragm is called dome shaped. Okay, അപ്പോൾ ഈ ഒരു ഭാഗം എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണം തോന്നുന്നുണ്ട്. So let me check that one more little more detail. അപ്പോൾ എങ്ങനെയാണ് നമ്മൾക്ക് ഇൻഹേലും എക്സേലും നടത്തുന്ന പ്രോസസ്, എങ്ങനെ നമ്മൾക്ക് ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം പുറത്തേക്ക് കളയാം, ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടത് ഒരു 4-5 പോയിന്റുകളാണ്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്താൽ. അപ്പോൾ ഒന്നാമത്തത് നിങ്ങൾക്ക് അറിയേണ്ട പോയിന്റ് ആണ് ഡയഫ്രം എന്ന് പറയുന്നതിന്റെ ടേം. ഓക്കെ, ഡയഫ്രം. രണ്ടാമത്തത് റിബ് കേജിന്റെ ഓരോ റിബ് ബോണ്ട് ഇടയിലും കാണുന്ന ഒരു മസിൽ ഉണ്ട്. ഓരോ റിബിന്റെ ഇടയിലും കാണുന്ന മസിലാണ് ഇന്റർകോസ്റ്റൽ മസിൽ. ഇന്റർകോസ്റ്റൽ മസിൽ റിബ് കേജിന്റെ ഇടയിൽ കാണുന്ന മസിലാണ് ഇന്റർകോസ്റ്റൽ. ബ്രീത്തിങ്ങിനെ സഹായിക്കുന്ന മസിൽസുകളാണ് കേട്ടോ. ഒന്ന് ഡയഫ്രം, രണ്ടാമത് ഇന്റർകോസ്റ്റൽ മസിൽ. മൂന്നാമത്തെ സാധനം വേണ്ടത് നിങ്ങൾക്ക് ഇൻട്രാ പൾമോണറി പ്രഷർ എന്ന് പറയുന്ന ടേമാണ്. ഇൻട്രാ പൾമോണറി പ്രഷർ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പറയും നമ്മളെ ലങ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത് ഒരു ചെസ്റ്റ് ക്യാവിറ്റിന്റെ ഉള്ളിലാണ്. ചെസ്റ്റ് ക്യാവിറ്റി നെഞ്ചിന്റെ കൂടിന്റെ ഉള്ളിലാണ്. ഇതൊരു എയർ ടൈറ്റ് ചേംബർ ആണ്. എയർ ടൈറ്റ് ചേംബർ. സോ ഞാൻ ആ ടേം കൂടി എടുക്കുകയാണ്. ചെസ്റ്റ് ക്യാവിറ്റി. എന്ത്? ചെസ്റ്റ് ക്യാവിറ്റി. ലങ്സ് ഈസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ ചെസ്റ്റ് ക്യാവിറ്റി. ഇറ്റ് ഈസ് എൻ എയർ ടൈറ്റ് ചേംബർ. എയർ ടൈറ്റ് ചേംബർ ആണ്. അതിന്റെ ഉള്ളിലുള്ള പ്രഷറിനെ പറയുന്ന പേരാണ് ഇൻട്രാ പൾമോണറി പ്രഷർ. ഇൻട്രാ പൾമോണറി പ്രഷർ. ഓക്കെ, ഇത്രയും ടേംസുകൾ വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഇൻസ്പിരേഷന്റെ പ്രോസസ്സും എക്സ്പിരേഷന്റെ പ്രോസസ്സും എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് റൈറ്റ് ഇൻ ദ കേസ് ഓഫ് ഇൻസ്പിരേഷൻ, അതായത് ബ്രീത്ത് ഇൻ. ഒരു ആള് ബ്രീത്ത് ഇൻ ചെയ്യണമെങ്കിൽ ചെയ്യണം എങ്കിൽ ഫസ്റ്റ് റിയാക്ഷൻ ഇതാണ്. ഡയഫ്രം കൺട്രാക്ട്സ്. ഡയഫ്രം കൺട്രാക്ട്. കൺട്രാക്ഷൻ ആണ്. ഡയഫ്രം കൺട്രാക്ട്സ്. ഇത് ഒന്ന്. അപ്പൊ രണ്ടാമത്തെ എഴുതുക അതേപോലെ. അതേ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ, പുറത്തുള്ളത് എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ. External intercostal muscles of rib cage. ഇതും എന്ത് ചെയ്യുന്നു? കൺട്രാക്ട് ചെയ്യുന്നു. External intercostal muscles of rib cage contracts. ഇത് രണ്ടും നോട്ട് ചെയ്യാം. എന്നിട്ട് പറയാണ് ഇൻക്രീസ് ഇൻ. അങ്ങനെ വന്നപ്പോൾ രണ്ടും കൺട്രാക്ട് ചെയ്തപ്പോൾ ഡയഫ്രം become flat. Diaphragm becomes flat. ഡയഫ്രം ഫ്ലാറ്റ് ആയി. രണ്ടാമത് അപ്പൊ നമ്മുടെ ഡോം ഷേപ്പിലുള്ള ഡയഫ്രം ബിക്കം ഫ്ലാറ്റ്. അപ്പൊ വോളിയം കൂടിയോ? കൂടി. രണ്ട്. ഇനി നാലാമതായിട്ട് ഇതെന്താണ്? അങ്ങനെ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവരുന്നു റിബ് കേജ് മൂവ്, പുറത്തേക്ക് മൂവ് ചെയ്തു. മൂവ് അപ്വേർഡ്, മുകളിലേക്കും അതേപോലെ തന്നെ ഔട്ട്വേർഡ്, പുറത്തേക്ക് മൂവ് ചെയ്തു. നമ്മൾ ശ്വാസം എടുത്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് എടുക്കുമ്പോൾ നമ്മൾ ഒന്ന് വലുതാവും. അതായത് റിക്കേജ് മുകളിലോട്ടും ഫ്രണ്ടിലോട്ടേക്കും വലുതാവും. ഇങ്ങനെ വലുതായപ്പോൾ നമ്മൾ പറയുന്നു that increases the volume of chest cavity. That increases volume of chest cavity. Chest cavity വോളിയം കൂടി. അങ്ങനെ വന്നപ്പോൾ ഇൻട്രാ പൾമണറി പ്രഷർ കുറഞ്ഞു.
that increases the volume of chest cavity and decrease of intrapulmonary pressure. Pressure കുറഞ്ഞു. So എന്താ സംഭവിക്കുക? So air rushes to in. അപ്പോൾ ദാ പോയിന്റുകൾ ശ്രദ്ധിച്ചു നോക്കി. ഒന്ന്, diaphragm contracts. Diaphragm contracts ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? When the diaphragm contracts, diaphragm become flat. Diaphragm become flat. എഴുതി വെക്കുക. First point. Second one, when external intercostal muscle contract. External intercostal muscle contract ചെയ്തു കഴിഞ്ഞാൽ rib cage എന്ത് ചെയ്യുന്നു? Okay, of rib cage contract ചെയ്യുന്നു. അപ്പോൾ rib cage move to upward and outward. Upward and outward. These two increases the thoracic volume. അത് thoracic ന്റെ chest cavity ന്റെ volume കൂടി. That increases the volume of chest cavity. Which decreases volume കൂടുമ്പോൾ pressure കുറഞ്ഞു. Which decreases intrapulmonary pressure. So air rushes from outside to inside the alveoli. ഇതാണ് breathe in. Okay, ഇതേ പ്രോസസ്സിനെ നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആക്കിയാലോ? നോക്കി, diaphragm relax. Diaphragm relax ചെയ്തു. Okay, നേരത്തെ കൺട്രാക്ട് ചെയ്ത സാധനം ഇപ്പൊ റിലാക്സ് ചെയ്തു. റിട്ടേൺ ബാക്ക് ടു ഡോം ഷേപ്പ്. പഴയ അവസ്ഥയിൽ റിട്ടേൺ ബാക്ക് ടു ഡോം ഷേപ്പ്. ഡോം ഷേപ്പിലേക്ക് തിരിച്ചു വന്നു. അതേപോലെ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ റിലാക്സ് ചെയ്തു. ഇന്റർകോസ്റ്റൽ മസിൽ റിലാക്സ്. ഇത് റിലാക്സ് ചെയ്തപ്പോഴോ external intercostal muscle റിലാക്സ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? Yes, rib cage എങ്ങോട്ട് വന്നു? Rib cage move inward. നേരത്തെ up എന്ന് പറയുന്നത് inward and outward എന്നുള്ളതിനോ? No, inward and downward. ഉള്ളോട്ടേക്ക് പോകുന്നു, താഴോട്ടേക്ക് downward. അങ്ങനെ വന്നപ്പോൾ ഇത് ഉള്ളോട്ടേക്കാ പോയത്. ഉള്ളോട്ടേക്ക് പോയി. അതേപോലെ ഡയഫ്രം തിരിച്ച് മേലോട്ടേക്ക് വന്നു. Which decreases. അത് എന്തിനെ കുറച്ചു? Decreases volume of chest cavity. Chest cavity യുടെ വോളിയം കുറച്ചു, പ്രഷർ കൂടി. Increase of intrapulmonary pressure. So air rushes out. Air പുറത്തേക്ക് പോയി. അപ്പോൾ ഇതാണ് നമ്മളുടെ മെക്കാനിസം ഓഫ് ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ട്. അപ്പൊ ഇത്രയും ടേംസ്, ഈ 4 ടേം വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, ഫോഴ്സ്ഫുൾ ബ്രീത്തിങ്ങിനെ ഏതാ സഹായിക്കുന്നത്? ഫോഴ്സ്ഫുൾ ബ്രീത്തിങ്, which is part of forceful breathing? Answer is abdominal muscles. ഫോഴ്സ്ഫുൾ ബ്രീത്തിങ്ങിന് നമ്മൾ 6 pack 8 pack എന്നൊക്കെ പറയുന്ന മസിൽ അബ്ഡോമിനൽ മസിൽ, അതാണ് പവർഫുൾ ബ്രീത്തിങ്ങിന് സഹായിക്കുന്നത്. Okay students, now let's go to the question number 5. Dash is a red colored iron containing pigment present in RBC. RBC യിൽ കാണുന്ന red colored iron containing pigment നെ പറയുന്ന പേര് hemoglobin. Correct, hemoglobin. Hemoglobin. RBC യുടെ percentage എത്രയാണ്? 5 to 5.5% RBC ഉണ്ട്, അതിൽ hemoglobin ഉണ്ട്. At 6th question, approximately 70% of carbon dioxide is absorbed by the blood will be transported in the form of dash ions. 70% കാർബൺ ഡയോക്സൈഡിനെ ഏത് രൂപത്തിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? So let's check the transport of carbon dioxide. Transport of carbon dioxide. ഒന്നാമത്തേത് about 7%. About 7% dissolved in plasma. About 7% dissolved in plasma. Plasma is dissolved ചെയ്തിട്ടാണ്. അതിന്റെ ഫോം ആണ് as bicarbonate. Sorry, as carbonic acid. Bicarbonate അല്ല, carbonic acid. As carbonic acid. Okay, ഇതാണ് 7%. രണ്ടാമത്തേത് വരുന്നത് about 20 to 25%. About 20 to 25%
കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനുമായിട്ട് കൂടിച്ചേർന്നിട്ട് കാർബാമിനോ ഹീമോഗ്ലോബിന്റെ രൂപത്തിലാണ്. ഒരിക്കലും കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയരുത്. അത് കാർബൺ മോണോക്സൈഡും ഹീമോഗ്ലോബിനും ചേർന്നതാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ. ഇത് കാർബാമിനോ ഹീമോഗ്ലോബിൻ 70 മുതൽ 25%. ബാക്കി വരുന്നതാണ് നമ്മൾ പറയുന്നത് 70% വരുന്നത് ആസ് ബൈകാർബണേറ്റ്. അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ബൈകാർബണേറ്റിന്റെ രൂപത്തിലാണ്. ബൈകാർബണേറ്റിലെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന്റെ ഒരു ഇക്വേഷൻ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. അതിന്റെ എൻസൈമുകൾ ഉള്ളത്. നമുക്ക് ആ ഒരു ഇക്വേഷൻ ഒന്ന് നോക്കാം. ഇക്വേഷൻ ഇങ്ങനെയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഈ റിയാക്ഷൻ നടക്കുന്നത് പ്ലാസ്മയിൽ വെച്ചിട്ടാണ്. ബ്ലഡിലെ പ്ലാസ്മയില് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാസ്മയിലുള്ള വാട്ടറുമായിട്ട് കൂടിച്ചേരും. ഈ കൂടിച്ചേരാൻ വേണ്ടിയിട്ട് ഒരു എൻസൈം ആവശ്യമാണ്. The name of the enzyme is called carbonic anhydrase. In the presence of an enzyme, carbonic anhydrase, carbon dioxide H2O വാട്ടറുമായി കൂടി ചേർന്നിട്ട് എന്തായിട്ട് മാറുന്നു? ആദ്യം H2CO3 എന്ന് പറഞ്ഞാൽ കാർബോണിക് ആസിഡ് ആണ്. ഈ കാർബോണിക് ആസിഡ് RBCയുടെ സഹായത്തോടു കൂടി RBCയിൽ വെച്ച്, അപ്പൊ കുറച്ചും കൂടി മുകളിൽ ഏതാണ്? RBCയിൽ ഏത് എൻസൈം? സെയിം എൻസൈം ആണ്, കാർബോണിക് എൻഹൈഡ്രേസിന്റെ പ്രസൻസ്. പക്ഷെ ഇവിടെ യൂസ് ചെയ്യുന്ന കാർബോണിക് എൻഹൈഡ്രേസ് RBCന്റെ അകത്തുള്ള കാർബോണിക് എൻഹൈഡ്രേസ് ആണ്. ഇതിന്റെ സഹായത്തോടു കൂടിയിട്ട് HCO3 മൈനസ് ബൈകാർബണേറ്റും H+ഉമായിട്ട് മാറും. ഈ മുകളിൽ എഴുതിയ ആരോ മാർക്കിന്റെ ഡയറക്ഷൻ നടക്കുന്നത് അറ്റ് ടിഷ്യൂ സർഫസിലാണ്. ടിഷ്യൂവിന്റെ മുകളിൽ വെച്ച് നടക്കുന്ന റിയാക്ഷൻ ആണ്. അതായത് ടിഷ്യൂവിൽ വെച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളവുമായിട്ട് കൂടി ചേർന്നു. കാർബോണിക് എൻഹൈഡ്രേസിന്റെ പ്രസൻസിലായതുകൊണ്ട് അത് കാർബോണിക് ആസിഡ് ആയിട്ട് മാറി. കാർബോണിക് ആസിഡ് വീണ്ടും കാർബോണിക് എൻഹൈഡ്രേസ് എന്ന് പറഞ്ഞ സെയിം എൻസൈമിന്റെ പ്രസൻസിൽ ബൈകാർബണേറ്റും ഹൈഡ്രജനുമായിട്ട് മാറി. ഇത് ടിഷ്യൂവിൽ നടന്നു. ടിഷ്യൂവിൽ നിന്നും നേരെ ബൈകാർബണേറ്റിനെ പ്ലാസ്മയിൽ കൂടെ കൊണ്ടുപോയിട്ട് നമ്മളെ ആൽവിയോലയിലേക്ക് എത്തി. ആൽവിയോലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ എന്ത് നടക്കും? ദിസ് റിയാക്ഷൻ വിൽ ഗോ ഇൻ എൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അവിടെ വെച്ചിട്ട് വീണ്ടും ഈ റിയാക്ഷൻ ഡിഫറെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നടക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നടന്നിട്ട് ഫൈനലി കാർബൺ ഡൈ ഓക്സൈഡിനെ ആൽവിയോലയുടെ ഉള്ളിലേക്ക് റിലീസ് ചെയ്യും. സോ ഈ ഒരു ബൈ ഡയറക്ഷണൽ ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം. ഓക്കെ, ബൈ ഈസി ആയിട്ടുള്ള ഇക്വേഷൻ അല്ലേ? ഏതാണ് എൻസൈം ഇൻവോൾവ് ചെയ്യുന്നത് ഈ റിയാക്ഷനിൽ? കാർബോണിക് എൻഹൈഡ്രേസ്. കറക്റ്റ് ആണ്. ഓക്കെ, കാർബോണിക് എൻഹൈഡ്രേസ്. Okay, so next question. What is the difference between pulmonary artery and pulmonary vein? What is the difference between pulmonary artery and pulmonary vein? Pulmonary artery carries എന്ത് ബ്ലഡിനെയാണ്? Pulmonary artery and pulmonary vein. Seventh missing ആയോ? Okay, seventh, sorry. So 8th കഴിഞ്ഞ ശേഷം 7th ലേക്ക് വരാം. Sorry for that. So pulmonary artery carries deoxygenated blood. Deoxygenated blood നെയാണ് pulmonary artery carry ചെയ്യുന്നത്. Carries deoxygenated blood. ഇത് ഒന്ന്. അങ്ങനെയാണെങ്കിൽ pulmonary vein carries oxygenated blood. Pulmonary vein carries oxygenated blood. Pulmonary artery carries blood from right ventricle to lungs. Carries blood from right ventricle to lungs.
ആണെങ്കിൽ pulmonary vein carries blood from lungs to left atrium. ഓക്കെ, ഇത് രണ്ടുമാണ് നമ്മൾ ഇതിന്റെ പ്രധാനപ്പെട്ട രണ്ട് ഡിഫറൻസസുകളായിട്ട് പറയുന്നത്. Now 7th question നോക്കുക. Match the following. ആനിമൽസും അതിന്റെ റെസ്പിറേറ്ററി ഓർഗൻസും ആണ് നൽകിയിട്ടുള്ളത്. എർത്ത് വേമിന്റെ അവിടെ ആൻസർ ഈസ് മോയിസ്റ്റ് ക്യൂട്ടിക്കിൾ ആണ്. എർത്ത് വേമിന്റേത് മോയിസ്റ്റ് ക്യൂട്ടിക്കിൾ. അക്വാറ്റിക് ആർത്രോപോഡ്സ് വരുന്നുണ്ട്, ഫിഷസ് വരുന്നുണ്ട്, ബേർഡ്സ് ആൻഡ് റെപ്റ്റൈൽസ് വരുന്നുണ്ട്. അപ്പൊ നമുക്കൊന്ന് നോക്കിയേ, ബേർഡ്സ് ആൻഡ് റെപ്റ്റൈൽസ് എന്തായാലും ലെങ്സ് വേണം, കാരണം ടെറസ്ട്രിയലാണ്. ബേർഡ്സ് ആൻഡ് റെപ്റ്റൈൽസ് ലെങ്സ് വേണം. ഫിഷസ് ഗിൽസ് വേണം, ഗിൽസ്. അക്വാറ്റിക് ആർത്രോപോഡ്സിൽ എന്തായിരിക്കും ഉണ്ടാവുക? ട്രക്കിയ. അക്വാറ്റിക് ആർത്രോപോഡ്സ് യൂസ് ട്രക്കിയ. എർത്ത് വർംസിന് എപ്പോഴും മോയിസ്റ്റ് ക്യൂട്ടിക്കിൾ, മോയിസ്റ്റ് സ്കിൻ മാത്രമേ പറ്റുള്ളൂ. Okay, so 9th question. A fluid-filled double membrane layer surrounding the lungs. Name it. What is the name of that? It's called pleura. A fluid-filled double membrane layer surrounds the lungs is called pleura. Name it and mention its important function. Adinte main function endana? It reduces friction on lung surface. It reduces friction on lung surface. Okay, so let's go to the question number 9. ഇത് ഒരു important question ആണ്. Observe the graph. എന്താ കൊടുത്തേക്കുന്ന ഗ്രാഫില്? ഒരു സൈഡില് x ആക്സിസിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്നും y ആക്സിസിൽ പെർസെന്റേജ് ഓഫ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ രണ്ടെണ്ണമാണ് കൊടുത്തത്. What is depicted by this graph? എന്താണ് ഈ ഗ്രാഫ്? What is the name of this graph? Answer. This graph depicted oxygen dissociation curve. So answer A represent oxygen dissociation curve. It represents oxygen dissociation curve. Write any 3 factors which can alter this graph. അപ്പോൾ എന്താണ് ഈ ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഒന്ന് പെട്ടെന്ന് മനസ്സിലാക്കി വെക്കാം. അതായത് ഇവിടെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൊടുക്കുന്നുണ്ട്. y ആക്സിസിൽ നമ്മൾ കൊടുത്തത് പെർസെന്റേജ് ഓഫ് saturation of hemoglobin with oxygen. എത്രത്തോളം പെർസെന്റേജ് ഹീമോഗ്ലോബിൻ ഓക്സിജനുമായി കൂടി ചേർന്നു. അപ്പോൾ നമ്മൾ പാർഷ്യൽ പ്രഷർ അല്പം കൂട്ടുന്നതിനനുസരിച്ചിട്ട് ആദ്യം നിങ്ങൾ കാണാൻ പറ്റും ഇത് ആ ഒരു സ്ലോ ഫേസിൽ പോയിട്ട് പെട്ടെന്ന് ഇത് സ്പീഡ് കൂടിയിട്ട് മാക്സിമത്തിൽ എത്തി നിൽക്കും. ഇതാണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് നമ്മൾ കാണിച്ചത്. ഏകദേശം പാർഷ്യൽ പ്രഷർ 90 ഒക്കെ എത്തുന്നതോട് കൂടിയിട്ട് 100% ഹീമോഗ്ലോബിനും ഓക്സിജനുമായിട്ട് കൂടി ചേർന്നു. 100% സാച്ചുറേഷനിലേക്ക് എത്തി. ഈ ഗ്രാഫിനെ പറയുന്ന പേര് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്നാണ്. What is the nature of this curve? ഈ നേച്ചർ എന്താണ് ഈ കർവിന്റെ? What is the nature of this curve? What is the nature of this curve? Answer sigmoid curve. Nature of this curve is sigmoid curve. Oxygen dissociation curve ന്റെ നേച്ചർ എന്താണ്? നേച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ sigmoid curve. എന്താണ് ഈ കർവ്? എന്താണ് ഈ ഗ്രാഫ്? ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. നേച്ചർ സിഗ്മോയിഡ് കർവ്. എന്തൊക്കെ ഫാക്ടേഴ്സുകൾക്ക് ഇതിനെ ആൾട്ടർ ചെയ്യാൻ പറ്റും? The factors which can alter this graph are: ഒന്ന്, concentration of H+ ion. Concentration of H+. Temperature. Partial pressure of carbon dioxide.
partial pressure of carbon dioxide, temperature, concentration of H plus. ഇതിനൊക്കെ തന്നെ ഈ ഗ്രാഫിനെ ആൾട്ടർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളോട് ചോദിക്കും, ഇത് ആൾട്ടർ ചെയ്യാൻ എന്ന് ചോദിക്കുമ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ എഴുതേണ്ടത്, കോൺസെൻട്രേഷൻ ഓഫ് H plus, ടെമ്പറേച്ചർ, PCO2. ഇനി ചോദിക്കാണ് ഏതെല്ലാം ഫാക്ടേഴ്സിന്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിൽ ഷിഫ്റ്റ് ദ കർവ് ടു റൈറ്റ്. ഇതാ എക്സ് ആക്സിസിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അതിനെ പറയും റൈറ്റ് സൈഡിലേക്ക്. ഈ ഗ്രാഫ് ഏത് കണ്ടീഷനിലാണ് ഇതാ ഇങ്ങനെ റൈറ്റിലേക്ക് പോകുന്നത്? അപ്പൊ നമ്മൾ പറയും റൈറ്റിലേക്ക് പോകുന്ന കണ്ടീഷൻ ലോ PO2 പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറവാണെങ്കിൽ അത് റൈറ്റിലേക്ക് പോകും. ഇനി അതല്ല എങ്കിൽ വേറൊന്നാണ് ഹൈ ടെമ്പറേച്ചർ കൂട്ടിയാൽ റൈറ്റിലേക്ക് പോകും. ഓക്കെ, ഹൈ ടെമ്പറേച്ചർ വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ഹൈ ടെമ്പറേച്ചർ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നതാണ് ഹൈ H plus കോൺസെൻട്രേഷൻ, ഹൈ H plus അയോൺ കോൺസെൻട്രേഷൻ. ഇത് കൂടാതെ വരുന്നതാണ് ഹൈ PCO2 പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ്. ഈ മൂന്ന് ക്യാരക്ടർ, ഹൈ ടെമ്പറേച്ചർ, ഹൈ H plus അയോൺ കോൺസെൻട്രേഷൻ, ഹൈ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ്, ഈ മൂന്നാണെങ്കിൽ ഗ്രാഫ് റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എന്തെല്ലാം ചേഞ്ച് എന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് കോൺസെൻട്രേഷൻ എഴുതിയാൽ മതി. റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന കണ്ടീഷൻ ഏതെല്ലാം ചോദിക്കുമ്പോൾ നിങ്ങൾ ഹൈ ടെമ്പറേച്ചർ, ഹൈ H plus, ഹൈ PCO2 എന്ന് തന്നെ എഴുതണം. Okay, what is its significance? ഈ ഗ്രാഫിന്റെ സിഗ്നിഫിക്കൻസ് ആണ്. The significance is it helps to understand at the various partial pressure at which the percentage of hemoglobin is. It helps to give an idea about percentage of saturation of hemoglobin at various partial pressure. വേരിയസ് പാർഷ്യൽ പ്രഷറിൽ എത്രത്തോളം പെർസെന്റേജ് ഹീമോഗ്ലോബിൻ ഓക്സിജനുമായി കൂടി ചേർന്നിട്ടുണ്ട് എന്നുള്ള ഐഡിയ കിട്ടും. ഇറ്റ് ഗിവ് an idea about percentage of saturation of hemoglobin with oxygen at various partial pressure. ഇതാണ് അതിന്റെ സിഗ്നിഫിക്കൻസ്, യൂസ്. 11th question. The figure shows diagrammatic view of human respiratory system. Label the part B, C and D. ഓക്കെ, അവിടെ നമ്മൾക്ക് കാണുന്നത് ഡി എന്നുള്ളത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഡി ഡയഫ്രം ആണ്. ഡയഫ്രം. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഡി ഇൻ റെസ്പിറേഷൻ? അപ്പൊ അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനു മുമ്പ് ബി എന്താണ്? B represents intercostal muscles. Intercostal muscles ആണ്. C represents B represents intercostal muscles. C കാണിക്കുന്നത് alveoli. C shows alveoli. D shows diaphragm. What is the function of D in respiration? The contraction of D ന്റെ എങ്ങനെയാണ്? D in the function, the contraction of diaphragm helps in breathe in and relaxation helps in breathe out. Contraction helps in breathe in and relaxation helps in breathe out. Next question. Observe the diagram and answer the following question. Observe the diagram and answer the following questions. ഒന്ന് എയർ ഒരു ആൽവിയോലാർ ക്യാവിറ്റി കാണിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ആൽവിയോലാർ വാൾ ഒക്കെ കാണിച്ചിട്ടുണ്ട്. എങ്കിൽ നെയിം ദ ബയോളജിക്കൽ പ്രോസസ് ഇൻവോൾവ് ഇൻ ദ ഗ്യാസ് എക്സ്ചേഞ്ച് ഷോൺ ഇൻ ദ ഫിഗർ. ഈ ഫിഗറിൽ കാണിച്ച ഗ്യാസ് എക്സ്ചേഞ്ചിന്റെ ബയോളജിക്കൽ പ്രോസസ് ഡിഫ്യൂഷൻ നേരത്തെ പറഞ്ഞതാണ്. How the oxygen is transported in the cell from the alveoli. How the oxygen is transported to the cells from alveoli. ഓക്സിജൻ എങ്ങനെയെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്? വേരിയസ് മെത്തേഡ്സ് ഓഫ് ഓക്സിജൻ ട്രാൻസ്പോർട്ട്. ഒന്നാമത്തത് about 3% dissolved in plasma.
3% പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്തിട്ടാണ്. 3% ഡിസോൾവ് ഇൻ പ്ലാസ്മ. രണ്ടാമത്തെ മെത്തേഡ് 97% is transported as oxyhemoglobin. ഹീമോഗ്ലോബിന്റെ സഹായത്തോടെ as oxyhemoglobin. അപ്പോൾ ആൻസർ ഒന്ന് നോക്കിയേ. How the oxygen is transported to the cells from alveoli. The oxygen transported from cell to alveoli, about 3% dissolved in plasma, 97% as oxyhemoglobin. 13th question. Explain the process of inspiration under normal condition. ഒരു നോർമൽ ഇൻസ്പിറേഷന്റെ പ്രോസസ് അതാണ് നമ്മൾ നേരത്തെ ഡയഫ്രത്തിന്റെ ഫംഗ്ഷൻ ഇന്റർകോസ്റ്റൽ മസിൽസിന്റെ ഇൻഹേൽഡ് ഫംഗ്ഷൻ നേരത്തെ പറഞ്ഞതാണ്. അതാണ് നിങ്ങൾ എഴുതേണ്ടത്. How respiration is regulated. റെസ്പിറേഷനെ എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? This is as a big question. റെസ്പിറേഷനെ റെഗുലേറ്റ് ചെയ്യാൻ ഒന്നുള്ളത് respiration is regulated by respiratory rhythm center. Respiration is regulated by respiratory rhythm center in medulla region. Our respiration are regulated. Respiration is regulated by respiratory rhythm center in medulla oblongata. ഇനി വേറെ കുറെ ഫാക്ടേഴ്സുകൾ ഉണ്ട്. ഒന്നാമത്തേത് ന്യൂമോടാക്സിക് സെന്റർ. ന്യൂമോടാക്സിക് സെന്റർ. ന്യൂമോടാക്സിക് സെന്റർ ഇൻ എവിടെ കാണുന്ന പോൺസ് റീജിയനിൽ കാണുന്ന ന്യൂമോടാക്സിക് സെന്റർ ക്യാൻ സെൻഡ് സിഗ്നൽ ടു റെസ്പിറേറ്ററി റിതം സെന്റർ. ന്യൂമോടാക്സിക് സെന്ററിൽ നിന്ന് ഒരു സിഗ്നൽ ഇങ്ങോട്ട് പോകും, റെസ്പിറേറ്ററി റിതം സെന്ററിലേക്ക് പോകും. എന്തിനു വേണ്ടിയിട്ട്? ബ്രീത്ത് റേറ്റ് കൂട്ടാൻ. ബ്രീത്ത് റേറ്റ് അങ്ങനെ ആകുമ്പോൾ റെസ്പിറേറ്ററി റിതം സെന്റർ ബ്രീത്തിന്റെ റേറ്റ് സ്പീഡ് കൂട്ടും. അപ്പൊ ന്യൂമോടാക്സിക് സെന്റർ സെൻഡ് സിഗ്നൽ ടു റെസ്പിറേറ്ററി റിതം സെന്റർ ടു ഇൻക്രീസ് ബ്രീത്ത് റേറ്റ്. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് കീമോസെൻസിറ്റീവ് ഏരിയ. കീമോസെൻസിറ്റീവ് ഏരിയ നിയർ ഏതിന്റെ അടുത്തുള്ളത്? നിയർ റെസ്പിറേറ്ററി റിതം സെന്റർ. ഷോർട്ട് ആക്കിയതാണ്. റെസ്പിറേറ്ററി റിതം സെന്ററിന്റെ അടുത്തുള്ള കീമോസെൻസിറ്റീവ് ഏരിയ. ഇവർക്ക് they can recognize low high H plus concentration. low അല്ല high H plus ന്റെ കോൺസെൻട്രേഷനും high PCO2 ഇവർക്ക് മനസ്സിലാക്കാം. they can recognize high PCO2 and high H plus. ഉടൻ തന്നെ they will send signal to respiratory rhythm center. respiratory rhythm center പെട്ടെന്ന് ബ്രീത്തിങ്ങിന്റെ അളവിനെ കൂട്ടും. ഓക്കെ, ഇങ്ങനെയാണ് മെയിൻലി റെസ്പിറേറ്ററി റിതം സെന്ററിന്റെ ഫങ്ഷൻസ് റെഗുലേറ്റ് ചെയ്യുന്നത്. ആണെങ്കിൽ നമുക്ക് റിസെപ്റ്റേഴ്സ് അസോസിയേറ്റഡ് വിത്ത് അയോട്ടിക് ആർച്ചസ് ആൻഡ് കരോട്ടിഡ് ആർട്ടറി. റിസെപ്റ്റേഴ്സ് അസോസിയേറ്റഡ് വിത്ത് അയോട്ടിക് ആർച്ചസ് ആൻഡ് കരോട്ടിഡ് ആർട്ടറി അവർക്കും റെസ്പിറേഷന്റെ കൂട്ടാം. സെയിം ആണ്. H പ്ലസിന്റെ കോൺസെൻട്രേഷൻ അവർ മനസ്സിലാക്കും. കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടിയാൽ അവർ മനസ്സിലാക്കും. ഉടൻ തന്നെ നേരിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് റെസ്പിറേറ്ററി റിതം സെന്ററോട് പറയും ഓക്കെ ബ്രീത്ത് റേറ്റ് കൂട്ടാൻ. അപ്പോൾ ബ്രീത്ത് റേറ്റ് നോർമൽ ആണെങ്കിൽ റെസ്പിറേറ്ററി റിതം സെന്റർ ഇൻ മെഡുല്ല. ഇതിന്റെ സ്പീഡിനെ കൂട്ടാൻ പറ്റുന്ന രണ്ട് സെന്ററുകളാണ് ന്യൂമോടാക്സിക് സെന്റർ ഇൻ പോൺസ് റീജിയൻ, കീമോസെൻസിറ്റീവ് ഏരിയ നിയർ റെസ്പിറേറ്ററി റിതം സെന്റർ ഓഫ് മെഡുല്ല ഒബ്ലോംഗേറ്റ. 15th question. Distinguish between IRV and ERV. IRV and ERV. ഇത് കുറെ ടേംസുകൾ ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. എല്ലാ ടേംസുകളും ശരിക്കും നോക്കുക കേട്ടോ. IRV എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയും. അതായത് നോർമൽ ബ്രീത്തിങ്ങിന്റെ സമയത്ത് the volume of air taken by a person during normal breath in ആണെങ്കിലും breath ഔട്ടിലും ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ടൈഡൽ വോളിയം. അത് 500 ml മാത്രമാണ്. 500 ml. ഈ ഒരു നോർമൽ ബ്രീത്തിങ്ങിന് ശേഷം അഡീഷണൽ ആയിട്ട് എക്സ്ട്രാ ആയിട്ട് എത്ര എടുക്കാൻ പറ്റുമോ അതിനെ പറയുന്ന പേരാണ് IRV, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. IRV ഇത് 2500 മുതൽ 3000 ml വരെയാണ്.
IRV, inspiratory reserve volume, the additional volume of air a person can inspire by forcible inspiration. The additional volume of air a person can inspire by forcible inspiration. Force ഉപയോഗിച്ച് ഉള്ളിലോട്ടേക്ക് എടുക്കുന്ന ശ്വാസത്തെ പറയുന്ന പേരാണ് IRV. അങ്ങനെയാണെങ്കിൽ ഒരു ഫോഴ്സ് ഉപയോഗിച്ചിട്ട് പുറത്തേക്ക് കളയുന്ന അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ബൈ ഫോഴ്സിബിൾ എക്സ്പിറേഷൻ ആണെങ്കിൽ അതിനെ ERV എന്ന് പറയും. ERV ഒന്ന് അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ബൈ ഫോഴ്സിബിൾ ഇൻസ്പിറേഷൻ IRV. Additional volume of air a person can expire by forcible expiration ERV. ERV യുടെ വാല്യൂ 1000 ml മുതൽ 1100 ml വരെയാണ്. 1000 ml മുതൽ 1100 ml വരെയാണ്. Okay, inspiratory capacity and expiratory capacity. Inspiratory capacity IC. നോക്കിയേ, എന്ത് ശ്വാസം വിട്ട് കഴിഞ്ഞാലും കുറച്ച് ബാക്കിയാവും. അതിനെ പറയുന്ന പേരാണ് റെസിഡ്യൂവൽ വോളിയം. 1100 മുതൽ 1200 ml വരെയാണ് the volume of air remain in the lungs after a forcible expiration. The volume of air remain in the lungs after a forcible expiration. അതിനാണ് RV എന്ന് പറയുന്നത്. അപ്പോൾ ആ ടേംസുകൾ, ഈ 4 ടേംസുകൾ നിർബന്ധമായിട്ട് പഠിക്കുക. ഇനി നിങ്ങൾ ചോദിക്കുകയാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി, ഇതിൽ നമ്മൾക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നത് എന്തിനൊക്കെയാണ്? ഇതാ ഈ രണ്ടെണ്ണത്തിനും ചേർത്ത് പറയുന്ന പേരാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി അല്ലെങ്കിൽ IC. ടോട്ടൽ ആണ്. ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ആഫ്റ്റർ നോർമൽ ബ്രീത്തിങ്. ഒരു നോർമൽ ബ്രീത്തിങ്ങിന് ശേഷം, അതായത് ഒരു നോർമൽ ബ്രീത്ത് ഔട്ട്, നോർമൽ ബ്രീത്ത് ഔട്ട് ചെയ്തതിന് ശേഷം അയാൾക്ക് എത്രത്തോളം എയറിനെ ടോട്ടൽ എടുക്കാൻ പറ്റുമോ അതാണ് IC. സോ IC is equal to TV plus IRV. അങ്ങനെയാണെങ്കിൽ എന്താണ് എക്സ്പിറേറ്ററി കപ്പാസിറ്റി? The total volume of air a person can expire after a normal breath-in. Total volume of air a person can expire after normal breathing. That is called EC. Expiratory capacity. EC is equal to TV plus ERV. IC is equal to TV plus IRV. എന്താണ് വൈറ്റൽ കപ്പാസിറ്റി? വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the total volume of air, അതെല്ലാവരും ബൈ ഹാർട്ട് ചെയ്യാതെ ഒരു നിവൃത്തിയുമില്ല. The total volume of air a person can inspire after a forcible expiration. Total volume of air a person can inspire after forcible expiration. ദാ മൂന്നും ചേർന്നാണ് IRV plus TV plus ERV is equal to vital capacity VC. ഇതിനെ മൊത്തം പറയുന്ന പേരാണ് TLC, total lung capacity. The total volume of air lung can accommodate. ലങ്സിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഫുൾ വോളിയത്തിനെ പറയുന്ന പേരാണ് total lung capacity. Okay, so നമുക്ക് ഒരു ചാപ്റ്റർ കൂടി ഉണ്ട്. I think that is we will discuss in some other session. Okay, is that fine? Okay students, now we are leaving the session. Body fluids ബാക്കിയുള്ള chapters we will discuss in another session. Okay, thank you and good night.